എന്താണ് 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 എന്താണ്? ഹലോ ഗൈസ്, എല്ലാവർക്കും ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എന്താണ് എന്താണ് നായി ചാമ്പി ഇങ്ങനെ കിടക്കണോണ്ടാണ് സൗണ്ട് പറഞ്ഞത്. ഇങ്ങനെ കിടക്കണോണ്ട് ഇപ്പൊ ഇങ്ങനെ അതിങ്ങനെ കിടക്കണോണ്ടാണ് സൗണ്ട് പറഞ്ഞത്. അല്ലേ വിജയ് യേശുദാസിന്റെ സൗണ്ടിലാണല്ലോ പാടല് മറ്റേ പറയല്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ വി ആർ ഗോയിങ് ടു ഹിറ്റ് 3 million 1 lakh സബ്സ്ക്രൈബേഴ്സ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഈ ഒരു വ്ളോഗെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ മറ്റേ അന്യൻ്റെ തോട്ടത്തിൽ തേങ്ങട്ട് കയറുന്ന പോലെ കാണാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഒരു ലവ് എമോജി കമൻറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടു തുടങ്ങണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അനുമോദനത്തിൻ്റെ 1000 പുച്ചണ്ടുകൾ നിങ്ങൾ മുന്നിൽ അർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ വന്നു ചേർന്നിട്ടുള്ളത് കാണികൾക്ക് ഏവർക്കും പ്രിയപ്പെട്ടവരും നമ്മുടെ വ്ളോഗിലെ അഭിനയ കുലപതിയായിട്ടുള്ള നബീൽ അവറുകളും സൽമാൻ അവറുകളുമാണ്. ഇപ്പോൾ മോഹൻലാലേട്ടൻ്റെ ഒരു പടത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി നാച്ചുറൽ ആക്ടിങ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാവരും കാണുന്ന ഇക്കുന് ഇപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ടാണ് ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, പമ്പ AJP എല്ലാവരും ഇറങ്ങുന്ന ഒരു ഷൂട്ടിലാണ് നബീലിന് തല കാണിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നബീലിക്കുൻ്റെ അഭിനയ പരമ്പരകൾ വൈകാതെ നിങ്ങൾക്ക് മിനി സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. വേറെ സ്ക്രീനിലൊന്നും വരില്ല, TV-യിലും പരിപാടിയിലൊന്നുമില്ല, ഫോണിൽ മാത്രമാണ് റിലീസാവുക. നബീൽ എല്ലാവരും ഇല്ല. അപ്പോൾ നബീൽ എപ്പോൾ തുടങ്ങിയ ഗെയിം കളി അറിയോ? എപ്പോൾ തുടങ്ങിയ ഗെയിം കളി നബീലജി? ജസീം ചേരുന്നു. ജസീം വ്ളോഗിലാണ്, പറയൂ. ഓടാടുന്നേ ടൈം സ്കോറില് ജസീമേ, ഹർഷിനെ കുറിച്ച് എല്ലാരും ചോദിക്കണ്ട അഭിപ്രായം എന്ന് പറഞ്ഞ. ഹർഷി തിരക്കിലാടാ അവിടെ, എന്താ അറിയില്ല, പണിയൊന്നും ഇല്ല അവിടെ, പക്ഷെ തിരക്കില്ല. ഹർഷി തിരിഞ്ഞു. ഹർഷിയെ 25ഓളം വരുന്ന അർഷി ഫാൻസ് അസ്വസ്ഥരാണ്, കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. എന്താ പണി? വീഡിയോ എന്താ പണി? അതിന് ഖത്തറിൽ പലിച്ചായിട്ടുണ്ടാവില്ലല്ലോ. അതിൽ എപ്പോഴേ തന്നു തുടങ്ങാം, രാവിലെ പുതിയ ഒരു മാറ്റമല്ലേ? എടാ നിഹാലേ, വീഡിയോ കോളിന്റെ ഇടയ്ക്ക് ഒന്നുമില്ല, ഉളുപ്പുണ്ട് നിഹാലേ. ഓ വർത്താനം പറഞ്ഞിക്കല്ലോ, ഓനെ കൊന്നൂലേ? ഫ്ലൈറ്റോ? അല്ല, പ്ലേറ്റിന്റെ പേര് തിന്നാ. ഓൻ പറഞ്ഞു രണ്ടും കറക്റ്റാ. പ്ലേറ്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ, നാട്ടിൽ തിന്നാൻ വേണം. ജസീം പറയ്. അല്ല, അവിടെ ഉള്ള ഫ്ലൈറ്റുകൾ ഇപ്പൊ തീരല്ല, എല്ലായിടത്തും തുറന്നല്ലോ. ജനിച്ചു കയറിക്കോ, ലിമിറ്റഡ് എഡിഷനിൽ കയറിക്കോ. അടുത്തത് നെഹു. ചെറിയൊരു കുറവ് ഞാനും ബാസിലും ഒക്കെ ഉണ്ട്. മട്ടനാന്നാ പറഞ്ഞ മട്ടമന്തി ഫുഡൊക്കെ ഏൽപ്പിച്ചിരിക്കണ എന്താവോ ഓരോ നമ്മൾ കൊടുത്ത ടാസ്ക് ഇങ്ങനെ. അപ്പോൾ ഗൈസ്, നമ്മളെ നോമ്പ് തുറവ് വരുന്നുണ്ട്. അപ്പോൾ ഞാനും ബാസിലും കണ്ടക്ട് ചെയ്യുന്ന വൻ നോമ്പ് തുറവി, നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന വൻ നോമ്പ് തുറവി ലോഡിങ് ആണ്. ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്ത എന്താ വെച്ചാൽ ഫുഡ് ഞാനും ബാസിലും ഏൽക്കും. ഫുഡ് സാധനങ്ങൾ, അതുപോലെ പന്തൽ പരിപാടികൾ ഫുള്ള് മിക്കി ഏൽക്കും. പക്ഷേ സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് നമ്മളെ കൂട്ടത്തിലുള്ള ലേഡീസാണ്. ഒരു പണിയെങ്കിലും അവർക്ക് കൊടുക്കാതെ കമ്മിയാ. വെറുതെ ഇങ്ങനെ സ്റ്റൈലാക്കി നടക്കലാണ് എല്ലാവരും. അങ്ങോട്ടും ഇങ്ങോട്ടും തുറവിക്ക് സ്റ്റൈലാക്കി വരിക, അത് കഴിഞ്ഞ് തുറവി കഴിഞ്ഞ് സ്റ്റൈലാക്കി പോവുക, തിന്നാൻ സ്റ്റൈലാക്കി വരിക, ഡ്രസ്സ് എടുത്ത് സ്റ്റൈലാക്കി വാങ്ങുക. അല്ലാതെ അവർക്ക് എന്തില്ല, വേറെ മേലാണെങ്കിൽ ഒരു പണി ഇതുവരെ കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും സ്നാക്സ് കൊണ്ടുവരണം, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് കൊണ്ടിട്ട് തുറവിക്ക് വരണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്ന എന്ത് സ്നാക്സ് ആണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു വൻ അപ്രിസിയേഷൻ ഇവിടെ കൊടുക്കാനുണ്ട്. കടന്നു വരൂ. ചെറുതല്ലാത്ത ഒരു വലിയ കാര്യം എനിക്ക് വ്ളോഗിൽ എല്ലാവരോടും പറയാൻ കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും കൊണ്ട് സാധ്യമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ കൊല്ലം
എങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെയാണ് ഞാനും ഈച്ചൊക്കെ ഒരുപാട് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം, പലർക്കും അറിയുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്നും മാറിയിട്ട് സ്വന്തമായി പാട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്നും ആദ്യമായിട്ട് സ്വന്തമായി ഇറക്കിയ 2 പാട്ടും വൈറൽ 50, അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 പാട്ടുകളിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 പാട്ടുകളിൽ 7ാമതും 10ാമതും ഇപ്പല്ലേട്ടാ അന്ന് കയറിയില്ലേ 7ാമതും ഇപ്പോഴും ലിസ്റ്റിന്ന് പോയിട്ടില്ല. ലിസ്റ്റില് ക്രിഞ്ച് പാട്ട് ഇപ്പോഴും വൈറൽ 50 ഇന്ത്യ. ഇതില് 1 2 3 4 5 6 7 8 9 10 11 12 13 അന്ന് 7 വന്നിനി 16 17 18 19 20 21 എത്ര ഉണ്ട് 20 ഒക്കെ കഴിഞ്ഞിട്ടാണ്. അതായത് അപ്പോൾ ഇതാ വൈറൽ 50 ഇന്ത്യ സ്പോട്ടിഫൈൻ്റെ വൈറൽ 50ൽ വലിയ വലിയ ഹിന്ദി പാട്ടുകാരോടൊപ്പം ഇതാ നവജോത് അഹൂജ, ചാർ ദിവാരി, സോനു നിഗം, സാറ ബ്ലാക്ക്, സ്വാതി, ആദിത്യ, ഇതാ മിട്ടാറോർ, യുവി, കാവിഷ്, ബഞ്ചാരെ, പിന്നെ ഇതാ ഒരുപാട് സിനിമാ പാട്ടുകളിൽ ഏറ്റവും വലിയ പാട്ടുകളുടെ ഇടയിൽ ഇതാ കാട്ടുചെമ്പകം, ജെയ്ക്സ് ബിജോയ് ചേട്ടൻ്റെ ടൊവിനോൻ്റെ സിനിമയിലെ പാട്ടായിട്ടുള്ള കാട്ടുചെമ്പകത്തിൻ്റെ ഇടയിലായിട്ട് നിൽക്കുന്നത് ഒരേ ഒരു മലയാളം പാട്ടായിട്ട് നിൽക്കുന്ന പാട്ട് ഇതാ കിടക്കണു. അതിൻ്റെ മേലെ കിടക്കണ ക്രിഞ്ച് പാട്ട് ബൈ ഈച്ചു പ്ലേ ചെയ്യണില്ല, ഇതാ കണ്ടോളി. അപ്പം ഈ ഒരു വിജയം ചെറുതല്ല, ഇത് ഞാൻ ആഘോഷിക്കും. ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. കാരണം എന്ന് പറഞ്ഞത് ഇത് വലിയ വിജയമാണ്. അതായത് ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാണ്ട്, ഒരുപാട് പാഠങ്ങൾ പഠിക്കാണ്ട് അന്ന് ഒച്ചവിളി ഉണ്ടാക്കിയ ആൾക്കാരെ ആരും ഇപ്പം കാണാനില്ല. അതാണ് ഇപ്പോൾ വലിയൊരു പ്രത്യേകത. കാരണം എന്താ വെച്ചാൽ സ്വന്തമായിട്ട് പാട്ടില്ല ഈച്ചു അങ്ങനത്തെ പാട്ട് പാടുന്നു, ഇങ്ങനത്തെ പാട്ട് പാടുന്നു. ഓൾറെഡി 8ഉം 10ഉം പാട്ട് ഒരു പരിപാടിക്ക് പാടുന്ന ഈച്ചുവിന് ഒറ്റ പാട്ട് മാത്രം വെച്ചിട്ട്, ഈച്ചുവിനാണെങ്കിലും ഇനിയാണെങ്കിലും ഇപ്പം നമ്മൾ രണ്ടാളും കുറേ ആൾക്കാർ പറഞ്ഞില്ല ഞാൻ ഒരു പാട്ട് മാത്രം പാടുന്നു, ഞാൻ ഒരു പരിപാടിക്ക് 12 പാട്ട് പാടലുണ്ട്, ഈച്ചു ഒരു പരിപാടിക്ക് ഒരു 10 പാട്ട് പാടലുണ്ട്. ഇതൊക്കെ പാടിയിട്ടും ആൾക്കാർ ഒറ്റ ക്ലിപ്പ് മാത്രം ഇട്ടിട്ട് റീലിട്ടിട്ട് ഞങ്ങളോട് പറയും ഇവൻ ഇത് മാത്രം പാടുള്ളൂ, അത് മാത്രം പാടുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സ്റ്റേജിൽ കൊല്ലത്തിൽ ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച്, അതായത് ഞാൻ ഇപ്പോൾ ഈച്ചു എനിക്ക് എത്ര വയസ്സായി? 20ാം വയസ്സിൽ എനിക്ക് സ്വന്തമായിട്ട് പാട്ടില്ല. ഞാൻ ഈ ഫീൽഡിലേക്ക് വെച്ച് വരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു നല്ല പാട്ട് സ്പോട്ടിഫൈയിൽ ആഡായി വരുന്നത് എനിക്ക് തോന്നുന്നു 23ലോ 24ലൊക്കെയാണ് എനിക്ക് വരുന്നത്. ആ ഒരു സ്റ്റേജിൽ നിന്ന് 20ാം വയസ്സിൽ ക്രിഞ്ച് പാട്ട് വൈറൽ 50, അതായത് ഇന്ത്യയിലെ മോസ്റ്റ് വൈറൽ പാട്ടുകളിൽ 50 പാട്ടുകളിൽ 7ാമതൊരു 20 വയസ്സുകാരൻ്റെ ഒരു വെച്ച് പാട്ട് തുടങ്ങിയ ആളെ പാട്ട് വരിക എന്നുള്ളത് ഒരിക്കലും ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ഈശുവിൻ്റെ ചാമ്പക്കയും വന്നിരുന്നു. മറ്റേതോടെ എന്താണ് മറ്റേ ഇതില്ലേനോ ആ പോസ്റ്റർ ജസീം പാടല്ലേ, കോപ്പിറൈറ്റ് വരും. ആ പോസ്റ്റർ എന്താ സ്പോട്ടിഫൈൻ്റെ വൈറൽ 50 ലിസ്റ്റിൽ 13ാമത് വന്നതിനെ പാട്ട് ചാമ്പക്ക, 7ാമത് വന്നതിനെ പാട്ട് ക്രിഞ്ച് പാട്ട്. എൻ്റെ പാട്ടൊന്നും ലിസ്റ്റിൽ തന്നെ അല്ല കേട്ടോ. ഷാദി മസ്തിയൊക്കെ ഏറ്റവും അടിക്കനി പോയിരുന്നത്. അപ്പം അങ്ങനെ ഏട്ടനെ പോലും കടത്തി വെട്ടിക്കുന്ന പെർഫോമൻസ്. അതായത് എവിടുന്നോ അങ്ങോട്ട് വന്നു ചോദിച്ചു 2 പാട്ടും കൊണ്ട് വന്നു. 2 പാട്ടും വൈറൽ 50 ഇന്ത്യയിൽ അടിച്ചു. 2 പാട്ടും 1 മില്യൺ സ്ട്രീമിൻ്റെ മുകളിൽ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഈ 2 പാട്ടും നേടി. സോ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടും ഈച്ചു ഫാൻസ് എല്ലാവരും ഒത്തുകൂടുക. ഈച്ചു ഫാൻസിന് എൻജോയ് ചെയ്യേണ്ട ടൈമാണ് ഈ ഒരു ടൈം. അപ്പം ഇനിയും പെരുന്നാക്കൊരു പാട്ട് വരുന്നുണ്ട് അല്ലേ, അത് കഴിഞ്ഞിട്ട് വേറെ പാട്ടും വരുന്നുണ്ട്. അപ്പം അത് നബീൽ ജോസ് പെരേര അഭിനയിച്ച അനേക ദൃശ്യങ്ങളാണ് അതിൽ വരാൻ പോണത് കേട്ടോ. കാരണം ഇപ്പം മമ്മൂക്കാന്റെ പോലല്ലേ. അപ്പം ഒരിക്കലും ചെറിയ കാര്യമില്ല. ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. ഞാനൊരു ഭയങ്കര പ്രൗഡായി നിൽക്കുന്ന മൊമെൻ്റാണ്. കാരണം എനിക്ക് പോലും എൻ്റെ ആയ കാലത്ത്, അതായത് എനിക്ക് 20 വയസ്സുള്ള ടൈമിൽ എനിക്ക് പോലും സാധിക്കാത്ത റെക്കോർഡ്സാണ് ഈച്ചൊന്ന് ബ്രേക്ക് ചെയ്തത്. കഴിഞ്ഞ കൊല്ലം ഞങ്ങളെ പാട്ടുണ്ടായിനി, ഇക്കൊല്ലം ഞങ്ങളെ പാട്ട് ഷാദി മസ്തി വൈറൽ 50 ഉണ്ടായിനി. അതിൻ്റെ മുമ്പ് ഇറങ്ങിയ നീയെ പുഞ്ചിരി വൈറൽ 50 ഉണ്ടായിനി. അതിൻ്റെ ചിറാപ്പുഞ്ചി ഗ്ലോബലിലുണ്ടായിന്. അതായത് ഗ്ലോബൽ ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും പാടിയ പാട്ടുകളിൽ 9ാമത് ചിറാപ്പുഞ്ചി വന്നതിന്. അത് ഭയങ്കര വലിയ മൊമെൻ്റ് ആണ് എനിക്ക്. കാരണം ഒരുപാട് ഇംഗ്ലീഷ് സിംഗേഴ്സിൻ്റെ ഇടയിൽ ഒരു പാട്ട് ഇങ്ങനെ അനാൻഷ, നിഹാൽ സാദിഖ് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അപ്പോൾ അതുപോലെ തന്നെ സുഹാസ്കിം
ഈച്ചൊക്കെ കൂടി സുഹാസ്ഖാനോടാണ് എനിക്ക് ഏറ്റവും സുഹാസ്ഖാനോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ഉണ്ടാകുക. കാരണം സുഹാസ്കയാണ് ഈ പാട്ട് ഈച്ചുവിനെ കൊണ്ട് ഈച്ചും സുഹാസ്കൊക്കെ ഇരുന്നിട്ടാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് പാട്ട് പാടാനാണ് കൊച്ചിക്ക് പോണത്. അതിൽ സുഹാസ്ക നാളെ എന്താ പരിപാടി ചോദിച്ചത്. അപ്പോൾ നാളെ എന്താ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ സ്റ്റുഡിയോക്ക് നമുക്ക് വെറുതെ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എബി വരുന്നത്. എബിനെ കൊണ്ട് വെറുതെ ഗിറ്റാറിൽ ഒരു ട്യൂൺ ഇട്ടു. ഞങ്ങൾ തന്നെ സ്റ്റുഡിയോയിൽ സുഹാസ്കാണ് മെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിറിക്സ് ചെയ്യുന്നത്. സുഹാസ്ക ഈ ലിറിക്സ് കൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന കേട്ടോ. പഞ്ചാര എന്ന് എൻജോയ്. ഞാൻ പറഞ്ഞു സുഹാസ്ക അല്ല ഇതെന്താ എന്നിട്ട് ക്രിഞ്ച് സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാട്ടിന്റെ പേരിനെ ക്രിഞ്ച് പാട്ട് എന്ന പേരുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇത് ക്രിഞ്ചാണെന്ന് പറയാനുള്ള ഒരു അവസരം നമ്മളെ കൊടുക്കണില്ല. നമ്മളെ ക്രിഞ്ച് പാട്ട് ഇറങ്ങിയിട്ടാണ് ഇത് ഇറക്കാൻ പോണെന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കിയൊരു പാട്ടാണ്. ആൾക്കാർ ക്രിഞ്ചാണെന്ന് കമന്റ് ഇട്ടാലും അത് പാട്ടിന് റീച്ച് ആയി. നമ്മൾ പറയാം ബ്രോ ഇത് ക്രിഞ്ചാണ്, നമ്മളങ്ങനെ ഇറക്കിയതാണ്. എന്ത് ചെയ്യാൻ. പക്ഷെ ഇപ്പോ നല്ല കേറുന്നുണ്ട്. മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ 10 മില്യൺ വ്യൂസിന്റെ എല്ലാവരുടെ റീൽസും കാൽക്കുലേറ്റ് ചെയ്താൽ എല്ലാവരുടെ റീൽസിന്റെ വ്യൂസും 10 മില്യന്റെ മുകളിൽ പോയിണ്ടാവും. 16,000 വ്യൂസ് ആയിട്ടോ ആ പാട്ട്. അതുപോലെ തന്നെ 16,000 റീൽസ്. ഈ ഒരു മാസം കഴിഞ്ഞ മാസം വന്ന ഒരുപാട് പാട്ടുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ റീൽസ് ഇറങ്ങിയ സോങ്ങാണ് ഈച്ചുവിൻ്റെ സോങ്. സോ അത് പടച്ചവനായിട്ട് ഞാൻ പറട്ടെ, ചില കാര്യങ്ങൾ പടച്ചവനായിട്ട് കൊടുക്കുന്നതാണ്. അതായത് ഓരോരുത്തരോരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ പടച്ചവനായിട്ട് ഓരോ അനുഗ്രഹങ്ങൾ കൊടുക്കും. അപ്പോൾ അത് പടച്ചവനോട് നന്ദിയുള്ളവനാണ് ആ കാര്യത്തിൽ. മാഷാ അല്ലാഹ്, അത്രേ ഉള്ളൂ. അപ്പം അതിൽ ഞാൻ ഈച്ചുവിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ടോ. കാരണം എല്ലാം കാരുമ്പിന്റെ ശക്തിയും ഉരുക്കിന്റെ ശക്തിയോനായി. ഓന് ഇനി എന്ത് വന്നാലും ഓനും പേടിച്ചല്ല എനിക്കും പേടിച്ചല്ല. അപ്പൊ ആ ധൈര്യത്തിൽ പോയി കണ്ട് പാട്ടങ്ങട്ട് പാടി പേടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായി, ആരും ശബ്ദങ്ങൾ ഉണ്ടാക്കണില്ല, കോലാഹലങ്ങൾ ഉണ്ടാക്കണില്ല. കാരണം പാടി 2 പാട്ടും വൈറൽ 50ക്ക് അങ്ങോട്ട് കയറി. സോ വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദ ഓഡിയൻസ്. എല്ലാ ഓഡിയൻസിനോടും, അതായത് ചാമ്പക്ക പാട്ട് കേട്ട ആൾക്കാരോടും, ക്രിഞ്ച് പാട്ട് കേട്ട് റീൽസ് ഇറക്കിയ എല്ലാ ആൾക്കാരോടും, ചാമ്പക്കയിൽ റീൽസ് ഇറക്കിയ ആൾക്കാരോട്, ക്രിഞ്ച് പാട്ടിൽ റീൽസ് ഇറക്കിയ ആൾക്കാരോട്, ഈ പാട്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത ആൾക്കാരോട്, ഇത് ഡെയിലി കേൾക്കണവരോട്, രാത്രി കേൾക്കണവരോട്, എല്ലാവരോടും കാറിൽ പോകുമ്പോൾ കേൾക്കണവരോട് എല്ലാവരോടും വി ആർ സോ ഗ്രേറ്റ്ഫുൾ. നിങ്ങളുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിജയം ഈച്ചുവിന് കിട്ടിയത്. സോ അതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. അപ്പോൾ ഇന്നത്തെ പെൽച്ച വ്ളോഗ് ഇവിടെ ആരംഭിക്കുകയായി. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ബാ താപോൺ ടൈമായി. എങ്ങനെ അന്ന് ഗസ്റ്റ് ഉണ്ട് ഇവിടെ, ഗസ്റ്റ് വ്ളോഗ്. ഡ്രെഡ് അന്ന് വൈറലായി പോയതാ. പിന്നെ കല്യാണമൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരാം. വിളിക്കാം, കുറച്ചായിട്ട് വിളിക്കാം. വെറുതെ ഇപ്പൊ തന്നെ വിളിച്ചാൽ അലമ്പാക്കണ്ടല്ലേ. ഷാന് തോക്കേറ്റാ വന്നത്. അപ്പൊ ഷാനുന്റെ അടുത്ത് തോക്കുണ്ട് കേട്ടാ. ഇവരെല്ലാവരും തോക്കേറ്റാണ് ഇപ്പൊ നടക്കുന്നത്. മനുഷ്യന് സമാധാനമല്ലേ ഇവിടെ. അത് പറഞ്ഞ ശ്രേഷ്ഠൻ നബീന്ന് വിളിക്കരുത്. പേരിന്റെ മീനിങ് അറിയില്ല എനിക്ക്. ആ ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ. ഇവിടെ എന്താ പരിപാടി? കണ്ണുക്കൊക്കെ കേട്ടോ. വേണ്ട, നല്ല വേദന. കൊറേ കൊണ്ടിരിക്കണ്. മൂടൊക്കെ എടുക്കല്ല. ടിങ് 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 തന്നെ ഉണ്ടായിക്കണ്. ഓണാക്കല്ലേ. ഇപ്പൊ ഉറങ്ങണം. നബീലെ അതിനെ ട്രെയിൻ ചെയ്താ എന്റെ ഫിർമീഗോ നോക്കട്ടെ. ഇവിടെ വാ നബീലെ, ഒന്ന് അവിടെ വെച്ചാജി വരില്ല ഇവിടെ കിളി. അപ്പൊ സുഹൃത്തുക്കളെ, തത്തമ്മ എങ്ങനെയാണ് ഒരു തത്തമ്മനെ ട്രെയിൻ ചെയ്യുക? അപ്പൊ പറയട്ടെ. അപ്പൊ നബീലിന്റെ ഏറ്റവും പുതുതായി തുടങ്ങുന്ന ഷോപ്പിൽ എല്ലാ ജന്തുജീവജാലങ്ങൾക്കും ട്രെയിനിങ് പരിപാടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ ആയിട്ട് നമ്മൾ മാർക്കോണ് ഫസ്റ്റ് കസ്റ്റമർ ഫിർമിഗോന്റെ. അപ്പൊ നമ്മളെ പരിന്നാണ് എല്ലാ കസ്റ്റമേഴ്സ് ഫുള്ള് കിട്ടോ. എന്തെങ്കിലും ചെലവ് വരണം. ഫ്രീ പ്രൊമോഷൻ ആണല്ലോ. 5 ഉണ്ട്. 2, 3 പട്ടി, ഒരു പൂച്ച, ഒരു കിളി. 3 പട്ടികള്, ഒരു പൂച്ച, ഒരു കിളിയും. ഇതിലാരെ എങ്ങനെ ഒരു പരിന്ന് ഞങ്ങൾ തരാ? ട്രെയിനേ തുടങ്ങി അതിനെ പിടിച്ചു. അങ്ങനെ ബാക്കിലൂടെ പിടിച്ചു. ഇല്ല, അതൊന്നും ചെയ്യില്ല. അതെന്തുകൊണ്ട് അറിയോ? അത് കൊടുന്നപ്പോ ആകെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. നബീല എന്റെ മൂട്ടിൽ ഇങ്ങനെ മാന്തി എങ്ങനെ ഉണ്ടാവും? അതപ്പോ ഫിർമീഗോന്റെ ധൈര്യം. എടാ അതിനെങ്ങനെ പൊടിയടാ, ഇങ്ങനെ പൊടി അമക്കി പിടിച്ചാ മതി. അതാണ് ലീ സ്റ്റോക്കിന്റെ പോലെയാണ് നബീല്. നബീല് ഫിർമീഗോ തുടങ്ങിയിട്ട് പുതിയ പേജ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നീൽ ടോക്ക്.
അതിഞ്ഞി പിടിച്ച അല്ലേ പാറുട്ടോ പുടി നബീലെ പുടിയുടെ നബീലെ പുടി പുടിയടാ പുടി നബീലെ നബീലെ ആ മദർ ബോർഡിന്റെ ഉള്ളിലേക്കാ വീണേ അത് മരിച്ചോ എടാ നബീലെ എന്ത് പീടിയക്കാരനാ പെറ്റ് പീടിയെന്നൊക്കെ പറയാണ്ട് തേങ്ങാക്കൊല എടാ അതിനെ മൂർക്കി പൂടി നബീലെ അതിനെ സ്നേഹിക്കാനല്ലേ പറഞ്ഞത് ആറും പോയി നബിലെ കറക്റ്റ് പിടിച്ചാൽ മതി ഇങ്ങോട്ട് ജിംഷ അങ്ങോട്ട് വാതിൻ്റെ എന്തായാലും വരുവേ ഒരു എൻട്രി ഉണ്ടാവില്ലേ വൻ വിക്രസാണ് എടാ ഒരു കാര്യം എന്താ അറിയോ നബില അതിന് കാലുമ്പോ റിങ് ഉണ്ട് ഊരി കൊടുക്കണം അത് നല്ല ഇറിറ്റേഷൻ ആയിരിക്കും കടിയിട്ടോ നബില എന്റെ പെറ്റ് ഷോപ്പ് അപ്പൊ ഇങ്ങനത്തെ കിളികള് ഈ ജതപളകിയ എടാ ഇതേപോലെ പേ പിടിച്ച കിളികളെ കൊടുത്ത അപ്പൊ എന്താ ചെയ്യാ ആണോ സൽമാൻ എന്തായാലും കൊടുത്തത് മിച്ചറോ നോക്കട്ടെ നബിലെ നോക്കട്ടെ ഡേഞ്ചർ കേട്ടോ ഞാൻ ഒരു ഐഡിയ പറയട്ടെ സൽമാനെ അങ്ങനെ പിടിച്ചോളാം പാല് പോരും എടാ നബീലെ ഞാൻ ഒരു ഐഡിയ പറയട്ടെ ഒരു അങ്ങനെ നോക്കി ഇവിടെ ഒരു സാധനം ഉണ്ടാവും കൂട്ടി പിടിച്ചാ എനിക്കോനെ ഇത് ഗ്ലൗസ് ആയിട്ട് പിടിച്ചു ഗ്ലൗസ് വാങ്ങണം ഇതിന് എടുക്കണേ ഗ്ലൗസ് വേണ്ടി വരും അറബികൾ കൊണ്ടിരിക്കണേ ഇതുണ്ടല്ലോ ദേശീയമുള്ള ആർക്കെങ്കിലും ലാളിച്ചാൻ കൊടുക്കതിനെ നബില് ട്രെയിൻ ചെയ്യണേ നബിൽ എങ്ങോട്ട് വിടുന്ന അവിടെ ലേറ്റ് ഇല്ല ഇവിടുന്ന് ട്രെയിൻ നബിലെ എന്നാലും വിളിച്ചാ വരൂലേ എന്താന്ന് വണ്ടി അതിനെ മക്കാറാക്കല്ലോ എന്റെ പേരിന് അങ്ങനെ എന്തോ ആണ് മക്കാറു അതിന്റെ കാലുമ്പോ നല്ല ഇറിറ്റേഷൻ നബിലെ അതിന്റെ മോതിരം ഊരി കൊടുത്താല് കട്ടിങ്ങിന്റെ മെഷീൻ വെച്ചാണ്ട് എടുക്കാണ് അതിന്റെ റിങ് അതിന് ആദ്യം ഇതിന്റെ തലം ഉണ്ടല്ലോ ഇതിന്റെ തല എന്തേലും വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ ഇട്ടിട്ട് എടാ അഫീഫിന്റെ ഹാൾ ടിക്കറ്റ് ഉണ്ടായില് ഉറപ്പല്ലേ എടാ ഹാൾ ടിക്കറ്റ് കീറിയ അഫീഫിന് ഉണ്ടാവില്ല കേട്ടോ ഉറപ്പല്ലേ ഇപ്പനെ പറ്റണില്ല എന്ത് പെറ്റ് ഷോപ്പുകാരനാ പുടിയുടെ ചെങ്ങായിനെ കടിച്ചു നോക്ക് പേപ്പർ കീറിയടോ പേപ്പർ കീറി നല്ല കടിയാട്ടോ പേപ്പറിനൊക്കെ തല അമക്കി പൊടി കണ്ണൊക്കെ ദേശീയ കണ്ണാടാ കണ്ണ് പൂച്ച കണ്ണ ദേശത്തിലുള്ള കണ്ണായി അത് അവിടുന്ന് ഇട്ടാണോല് എടാ എന്തിനാ ഈ തത്തമ്മക്കൊക്കെ മോതിരിട്ട് കൊടുക്കണേ തല പിടിച്ചോട്ടോ അത് ഊരി കൊടുക്ക് അത് കാണിക്കണ്ട നബീലെ എന്റെ വിരലിന്റെ അടുത്ത് അതിന്റെ ചുണ്ടിട്ടോ പേപ്പറിനുള്ളിൽ കൂടെ ക്ലിങ് അറിയും. അപ്പോൾ ഇതാ ഇപ്പോൾ നമുക്ക് നമ്മുടെ സേവനങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണിച്ചിട്ടാണ് ഫെർമിഗോൻ്റെ സേവനങ്ങൾ. ഏത് ഇതേപോലെ പേ ഇളകി ഏത് തത്തമ്മനെ എന്ത് ചെയ്യും നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതാണ്. തത്തമ്മൻ്റെ കാല് കൈ
നബീൽ സീരിയസ് ആയിട്ട് എടാ നോക്കണ്ട അതൊന്നും കഴിയില്ല തല കറങ്ങണ കറങ്ങണ്ടല്ലോ ഇവിടെ പേപ്പർ കോട്ട തല പോണ തല പിടിച്ചു എന്തെങ്കിലും ഒലിച്ചോ കിട്ടിയോ ഇതെന്തെങ്കിലും പ്ലെയർ എന്തെങ്കിലും ഉണ്ട് ഞാൻ കത്തേ കൊണ്ട് നല്ല പറയാൻ നോക്കി കിട്ടുന്നില്ല. മറ്റേതില്ലേ പാട്ടിന്റെ അഭിനന്ദനം എന്റെ മൈക്ക് വർക്ക് ചെയ്യണ്ടാവോ? ഹലോ 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 ഒന്ന് കട്ട് ചെയ്താ. അതൊരു ഒച്ചില്ല. അത് കടിച്ച് കേറിക്കണോ കൈമേ നബിലെ ഇത് പേ പിടിച്ച അത്തമ്മേട്ടോ. ഓ പറഞ്ഞു നബിലെ മറ്റേ ദുബായിൽ മറ്റേ ആ പരുന്തൊക്കെ നിക്കണേ നിക്ക് കഴിഞ്ഞ് സമാധാനത്തോടെ നോട്ടെ. 1x 2x ഇട്ടോക്ക് നല്ല ഫ്ലെയിം. നബിലാന്ത ചപ്പാത്തി നബിയിലെ ഒരു പെറ്റ് ഷോപ്പത്തെ ആളാണല്ലോ. ചോദ്യം വാല് വലിച്ചതിന് ദേഷ്യം കൂടുള്ളൂ കേട്ടോ. എന്താണ് ഞാൻ അതും കൂടി അതിന്റെ കാര്യം പെടാനായിട്ടുള്ളൂ. ഇത് നടപടിയൊന്നും തോന്നില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാം. അതാ നല്ലേ. അതിന് കഴിക്കാനായിട്ടുള്ള എടാ മതി ബാ. നബീലെ ജി മതി. എൻ്റെ പീടിൻ്റെ ഗുണം മനസ്സിലായ ആൾക്കാർക്ക്. വേദനിക്കുന്ന പെറ്റ് ഷോപ്പ് ഓണർ നബീൽ. അപ്പം ഞങ്ങളെന്താ വെച്ചാൽ നമ്മളിങ്ങനെ പ്രത്യേക അവസ്ഥയിലൊക്കെ പെട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് നബീലിനെ വിളിച്ചൊക്കെ ഉണ്ടോ. കാരണം ഈ തത്തമ്മനെ റെഡി ആക്കാൻ എന്താ പറ്റിയടാ ബാ. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് 2 അതിഥികളുണ്ട് സുഹൃത്തുക്കളെ. അപ്പം അതിഥികളെ വിളിക്കുവാൻ സമയമായി. അതിഥിയിൽ ഒരാൾ കൊടുന്ന് നോക്കാണ്ടത്. ഇവിടെ ഓൾറെഡി ഒരു നോക്കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലായിരിക്കും. അതിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം നിങ്ങൾ കൊത്ത് കിട്ടി ചാവും. മെല്ലെ ഇതെവിടെ അല്ല അപ്പോൾ ഇത് ഞങ്ങൾ പീടി പോയി വാങ്ങിയല്ലേ. ഉച്ചക്കൊരു ചങ്ങായി ഉണ്ടേ കീസിൽ തത്തമ്മയും പിടിച്ചിട്ട് പുറത്ത്. നോക്കുമ്പല്ലേ അടിയിലുണ്ട്, പേരന്റെ അടിയിലുണ്ടേ. ആ ഗിഫ്റ്റ് ആയിട്ട് വന്നാണ്. ആ ഐഫോണിന്റെ പെട്ടിയിലിട്ടിട്ട് തത്തമ്മ എങ്ങനെ കീസിലിട്ടിട്ട് ഇങ്ങനെ. ഞാൻ അത് കീസിൽ നിന്ന് വല്ല ഉന്നക്കായാണ് എഴുതി പോയ കൊണ്ടേ ഒച്ചവിളിയും. അല്ലല്ല ആ സ്നേഹത്തിൽ കൊടുന്ന ആയിക്കോട്ടെ. എത്ര ഉള്ള എന്റെ ജന്തു സ്നേഹം. ചോരൊന്നുമില്ലേ? അത് സാരല്ല, അതിന് ശീലായിക്കോ. ഞാൻ എന്തൊക്കെ കടിച്ചാലാണ് പട്ടി. തത്തമ്മ എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെ തത്തമ്മക്ക് അതിന്റെ ദേഷ്യമാണ് തോന്നിയിട്ട്. തത്തമ്മ സംഭവമൊക്കെ നേക്ക് തത്തമ്മേനി. പക്ഷെ തത്തമ്മനെ അങ്ങോട്ട് കൊടുന്ന സ്റ്റേജ് കുറച്ച് കഠിനമായ സ്റ്റേജ് കൂടെ വന്നത്. നബിലെ ഇതെന്താ ഞാൻ അതിന്റെ മൂട്ടിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കണേ? നബിയില് തത്തമ്മ ക്രോസ് ആവുണ്ടോ നോക്കട്ടോ. ഇപ്പൊ ഞാൻ ചൂരില്ല. ആ തോക്കെടുക്കുക 2 ഗണ്ണുണ്ട് ഇവിടെ. ആണ് വെക്കാൻ പറയുമ്പോ എല്ലാരും എന്തായാലും ഈച്ചു വെക്കുന്നുണ്ട്. ഈ ഫ്രിഡ്ജ് ഒന്ന് നോക്ക്. ഇതെന്താ സംഭാരത്തിന്റെ കട?
മദർലാൻഡ് മസാല സോഡ ഇത് അഫീഫ് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചാണിത്. ഇജ്ജ് വെച്ചതാ? ആ അഫീഫ് ഏൽപ്പിച്ചിനെ കണ്ടീനി. മസാല വേണം, ഇത്ര മസാല വേണം, ഇത്ര സോഡ. എടാ ഇതെന്താ മസാല ഗണ്ണോ ഉണ്ടോ തോക്കില്? ഉണ്ടോ? ആടാ ഇജ്ജ് വെച്ചിട്ടില്ലാന്നോ? ഇജ്ജ് വെച്ചിട്ടില്ലാന്നോ? ഇതെന്താ പിന്നെ ഇജ്ജ് വെച്ചിട്ടില്ലാന്നോ? ശരി നല്ല തെറിച്ചുണ്ടാവും. അതന്നെ വെന്നിക്കണേ, അത് മേത്തക്കല്ല. ഞാൻ മേത്തക്കല്ലാതെ വെച്ചതാണ്. അങ്ങോട്ട് സെൽമാൻ 10 വെച്ചിട്ട് ഒന്നായി കൊണ്ട് ആരുമില്ലല്ലോ. റബ്ബർ ഇട്ടാണ്. അങ്ങോട്ട് വേണ്ടിക്കല്ലേ ലൈറ്റ് അടിച്ചു ആട്ടോ സൂം ചെയ്തോക്കെ. വിളിച്ചോ റെഡിയായോ? അല്ല ഇവരെ വിളിക്കി. ഞാൻ തോക്ക് ഞാൻ നിർത്തി. അതെ ഫസ്റ്റ് ദിവസൊക്കെ ഓ ഈച്ചു ഓണായി. രണ്ടാമത് ഈച്ചുനോടാ തോക്ക് നിർത്താ പറഞ്ഞ. ഈച്ചു നമ്മളെ വ്ളോഗിന്റെ പുറത്തേക്ക് എന്താ അറിയോ, ഈച്ചു ഇവിടെ അടങ്ങിയിരുന്നു. ഓ ഈച്ചുവിന് എന്തോ പ്രശ്നമുണ്ട്. ആ ഈച്ചുവിനെ എല്ലാവരും അവോയ്ഡ് ചെയ്തു. ഞാൻ ഈച്ചു ആക്റ്റീവ് ആയാല് ഇവൻ എന്തൊരു ആക്റ്റീവ് ആണത്. ഇത്ര ആക്റ്റീവ് ആവാൻ പാടില്ല. അവിടെ നമ്മൾ 50-50 അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും. ഇപ്പൊ ഇവിടെ നെജിം ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഇഫർ ഇല്ലാത്തത്? ഇവിടെ നെഷ് ഉണ്ടെങ്കിൽ എന്താണ് ആ കസാലയിൽ ലിയ ഇല്ലാത്തത്? എനിക്കറിയാമോ? നിനക്കും അറിയില്ല. നിനക്കും അറിയുന്ന കാര്യങ്ങൾ അവർക്കറിയാമോ എന്ന് ആർക്കും അറിയില്ല. ശ്രേഷ്ഠ കൈക്കട്ടോ. ഇപ്പൊ ശരിക്ക് അസ്സലാമു അലൈക്കും. എടാ സൽമാൻ ഒന്ന് വിളിച്ചോ ഷാനിനും റെഡിനി. അതെന്താ വ്ളോഗിൽ കാണിക്കാൻ പറ്റില്ല. അഫിനെ നോക്കിയിട്ട് വിളിച്ചാൽ മതി. സുഹൃത്തുക്കളെ ഇന്ന് ഭക്ഷണം ഒരുപാടുണ്ട് കേട്ടോ. നെയ്ച്ചോറ്, അൽഫാം, അതിഥികൾ ഒരുപാടുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിഷുകൾ നമുക്ക് ആക്കേണ്ടി വരുന്നത് കേട്ടോ. അതിഥികൾ ഇപ്പോൾ നടന്നു വരും. ഇതാ വരുന്നേ ദാറുൽ ഹുദാമിൻ താരകമണികൾ സ്വാഗതം പാടി. എന്താ പ്രശ്നം അറിയോ? ആ സാധനം വെച്ചെടുക്കുമ്പല്ലേ നമ്മളില്ലാത്ത ടൈമിൽ നബീൽ ഒറ്റയ്ക്ക് ലേറ്റ് ഒന്നും ഇല്ലാതെ അത്തമ്മന്റെ കൂടിൻ്റെ അവിടെ നബീലെ ക്രോസിംഗ് ഉണ്ടോ നിങ്ങളവിടെ? എടാ കൊറേ ബ്രീഡ് ക്രോസ് ചെയ്ത ജബറം പോലത്തെ പട്ടി ഉണ്ടാവും. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? എല്ലാ ബ്രീഡിന്റെയും സേവ് ചെയ്യുക. എന്നിട്ട് ഒറ്റ ബ്രീഡ് അങ്ങനത്തെ ഒരു പട്ടിയുണ്ട് നമ്മൾ കണ്ടില്ലേ? ഇജ് മാർക്കോനെ വാങ്ങാൻ പോയപ്പോലെ നഫിയെ ഈച്ചോ അന്ന് ജില്ലേനെയോ പിന്നെ ആരാന്നുണ്ടേനി? ഞാൻ ഉണ്ടേനോ? അന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ? ആ ഓലെ ഷെഡിന്റെ ഉള്ളിൽ പോയപ്പം ഒരു വൈറ്റാ അല്ല അയിമത്തെ വെള്ളം അതിന്റെ തൂങ്ങൽമേലയിക്കണം. ഞാൻ ഊരിനല്ലേ തലപൊടിയേ തല പിടിച്ചത് എന്താ ആടോ തലയും. അപ്പൊ ഇതാ തത്തമ്മന്റെ റിങ് ഊരൽ ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും അപ്പം പ്രൊഫഷണൽ പെറ്റ് ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ഫിർമിഗോ അത് നിന്നിട്ടപ്പം അതിന്
ഈച്ച തല പിടിച്ച് അമ്മക്ക് നീച്ചൂല. നബിലെ തത്തമ്മ തൊള്ള കൂട്ടാത്ത തത്തമ്മ കേട്ടോ. ഈച്ചോ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു കടി ഇട്ടു. ഈച്ചോ കടിച്ച കടി വിടൂലോട്ടെ, വൻ ഡേഞ്ചറാണ് അത് തത്തമ്മ. അങ്ങനെ ഒരു തത്തമ്മന്റെ ദൂരിനെ അതിന്റെ ടിങ്ങനെ വരലോ. എടാ ഷാൻ എടുത്തു കൻസേ. എത്ര എന്റെ പാൻറ്റമ്മേ എന്താ ഇതിന്റെ പാൻറ്റല്ലേ? ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇനി പേയാണ് ഈ തത്തമ്മക്ക്. അൽമാറിന്റെ ഉള്ളിലിട്ട് വളർത്താൻ പറ്റൂല ആ തത്തമ്മൻ്റെ ഒന്നും, എങ്ങോട്ട് പോവില്ലല്ലോ. എടാ ഞാൻ വരട്ടെ അതിന്റെ ശ്രദ്ധ മാറ്റി ഇത് കൊടുക്ക്. ഇത് അതിന്റെ തീറ്റയാണ്. അല്ലല്ല ഇത് നല്ല അഭിനയാട്ടോ, ഭയങ്കര ഡേഞ്ചർ ആട്ടോ ഇത്. ഇത് കൊടുക്ക് സ്നേഹിക്ക് ലാളിക്ക്. തിന്നാണ് അതിന് സീഡ് എടുക്കണ്ടേ. സീഡ് എടുത്തു ഇതാ, ഇതാണ് അതിന്റെ തീറ്റേ, സൺഫ്ലവർ സീഡേ. അമ്മ 4:45 കേട്ടോ. തത്തമ്മക്ക് തീറ്റ എടുത്തു തന്നെ അവനാണ് എന്ത് മാങ്ങി തിന്നോളി. തത്തമ്മക്ക് നോമ്പില്ല പൊരി വന്നിട്ടാക്കാം നബിലിപ്പാ. മോമോസ് എങ്ങനെയുണ്ട് ഇപ്പാ? ഞാൻ ഉണ്ടാക്കിയതാ, രസമുണ്ടോ? ഞാൻ വാങ്ങിക്കൊടുന്നതാണ് പീടിനെ. അപ്പം എന്തായാലും അതിഥികൾ വരുമ്പോൾ കാണാം. അപ്പം സുഹൃത്തുക്കളെ, തത്തമ്മ കള്ളൻ നബിൽ പിടിയിൽ. തത്തമാൻ കൈ നോക്കട്ടെ, ഓട്ട ഉണ്ടാവുമല്ലോ. ഇല്ലടാ എന്റെ ഉള്ളിലാ അടിച്ചത്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എന്ത് കടിയാണത്? എങ്ങനെ നിക്കണ അറിയോ? ആ കടിമല എങ്ങനെ തൂങ്ങിക്കണത്? ഇന്റേതുണ്ടല്ലോ ഈച്ചോ ഞാൻ അടിയിൽ പിടിച്ച് വലിച്ചുണ്ടായിനെ. വരുന്നില്ല വീട്ടിലേ. നമ്മൾ ഇവിടെ ഇരിക്കണോ? അങ്ങനത്തെ കടിയാണ്. എനിക്ക് അതിന്റെ കടിയിട്ടില്ല. എനിക്ക് ആ മിട്ടുവിന്റെ കടിക്കുന്ന മിട്ട് ലാസ്റ്റ് നല്ല കനത്തിലടിച്ചതന്നെ. നിങ്ങൾ ഇരിക്കണ എങ്ങനെയാ ആദ്യം തന്നെ മിട്ട് പിരാന്തന്മാരുടെ ഇടയ്ക്കാണ് വന്നത്. മിട്ടല്ല കുട്ടു. മോൻ ഇങ്ങോട്ട് വന്നപ്പോഴേ പിരാന്തായി. ഓല് വരും തോന്നില്ലെങ്കിൽ, കാരണം എന്താ ഓല് പറഞ്ഞു ഓല് വർക്കൗട്ട് കഴിഞ്ഞ് 11 മണിക്ക് 12 മണിക്കൊക്കെ കഴിഞ്ഞു പോണ്ട്. പറഞ്ഞു പോകും. കറി കുറച്ച് കൊടുക്കാം. ഞാൻ എന്താ കല്യാണ പരിതാളോ വൈകി വന്നോണ്ടല്ല ശിക്ഷയാണ്. ഇവിടെ നീച്ചിക്കരുത്, നീച്ചുന്ന പിടിപ്പത് പണിയാണ്. വെള്ളക്കുപ്പിയോ? മിക്കവാറും തത്തമ്മ ദേ കടി കടിച്ചാണെങ്കിൽ മറ്റന്നാൾ ഇവിടെ ഉണ്ടാവും. തത്തമ്മ റോളോ തത്തമ്മ കട്ട്ലറ്റ് ഒക്കെ ആയിട്ട്. ഏണങ്ങണില്ലേ? ഞാൻ ഇണങ്ങണ ജന്തുക്കളെ മാത്രം വളർത്തലുള്ളൂ. പട്ടി എത്ര പെട്ടെന്ന് ഇണങ്ങാ. നമ്മള് ബിസ്ക്കറ്റ് ഇട്ടെടുത്താൽ അപ്പൊ തന്നെ നമുക്ക് വേണ്ടി എന്തും ചെയ്യും. ഇന്ന് നിലമ്പൂർക്കുണ്ട് ഒരു ചെങ്ങായിന്റെ പിന്നാലെ 8 പട്ടികള്. അപ്പം ബിസ്ക്കറ്റ് ഇട്ട് കൊണ്ടുപോകാം. ഓന് ഫുൾ പ്രൊട്ടക്ഷൻ അങ്ങാടി കൂടെ. ഓനും 8 പട്ടികളും. ഞാൻ കുട്ടിയൊക്കെ വന്ന പട്ടികളൊക്കെ ഉണ്ടാവും. എന്താ അതുകൊണ്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കല്ലോ. എടാ എന്റെ വീഡിയോയിലില്ലേ, ഒരു വീഡിയോയില് കിളികൾ പറഞ്ഞേ കോഴിക്കോട് ഒരാള് ഫുഡ് ഇട്ട് കൊടുക്കണ. എനിക്കറിയാം ആ ബീച്ചിന്റെ.
എന്ത് മനുഷ്യനല്ലേ അയാളൊന്നും ആ സമയമായാല് ഇട്ടെടുക്കും. ആ കൊറേ വേസ്റ്റ് കൊണ്ട് വരും. കുറച്ച് ഏജ് ഉള്ള ഒരാള്. മൂപ്പര് കാലാകാലമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന പട്ടികളും കോഴിക്കളും ഒക്കെ ഉണ്ടാവും. ബീച്ചിൽ കോഴിയോ? അല്ല കോഴിയല്ലടാ, കോഴിന്റെ വേസ്റ്റ്. ആ അങ്ങനെ. പട്ടികളും ഉണ്ടാവും, പരുന്തുകളും കാക്കകളും ഒക്കെ ഉണ്ടാവും. പതിനഞ്ചിലൊക്കെ കുമ്മാനടിക്കാൻ കുറെ കാക്കാള് വരും. ആഴ്ചമാത്ത പരുന്തിനെ പിടിച്ച് ഓർമ്മല്ലേ? ആ കഥ ഇവിടുന്ന് പരുന്തിനെ പിടിച്ച് കെട്ടിട്ട് ഇട്ടു കാലിട്ടിട്ടു. അപ്പൊ എപ്പോഴും പാറിപ്പോയേ പാറിയിട്ട് പരുന്ത് പാടാൻ പറ്റി. പരുന്തിന്റെ ഓറ ഫുള്ള് മൈനസ് ആയിരുന്നു. പരുന്ത് എന്ത് പവറുള്ളത് എന്തുവാ അവിടെ ആഴ്ചമാത്ത കെട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ അടുക്കളി കുറച്ച് ചെറുപ്പാണ്. അല്ല ഇപ്പൊ ഇപ്പടുത്ത് കെട്ടിട്ടോ അടുത്തല്ലേ കുറച്ചായി. അത് കുറെ മുന്നേ. അന്ന് അടുക്കള അത്ര വലുപ്പമൊന്നുമില്ല. അന്ന് ഇത്ര അടുക്കള അങ്ങോട്ടില്ല. ഞാൻ വന്നപ്പോണ്ടേ ഇല്ല ഹാഫിയല്ല KP പരുന്തിനെ കെട്ടിട്ടോ എന്തിനാ പിടിക്കണേ രാവിലെ തിന്നാലോ കൊണ്ടോടെ KP ഉണ്ട്. പോയിട്ടില്ലേ? KP ആദ്യത്തെ 2 നോമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ എണീക്കലൊന്നുമില്ല. പെൽച്ചയ്ക്ക് നമ്മളെല്ലാവരും വിളിച്ചാലും ഇങ്ങനെ അടി ഉറങ്ങും. അല്ല നമ്മൾക്ക് പോയിട്ടാ വലിയ വരിക. ഇവിടെ ഓലെ ഫുഡ് കഴിച്ച് പോന്നാ ഞാനും. ഞാൻ പിന്നെ നമ്മള് ഫുഡ് വാങ്ങിയല്ലേ. മോമോസ് ഞാൻ ഉണ്ടാക്കി കേട്ടോ. കഴിച്ചോളി. ഇത് കഴിച്ചാ നമ്മൾ കഴിക്കും. പിന്നെ എന്താണ് തിന്നേ? ഷവായ ഉണ്ടാക്കി മിഞ്ഞാന്ന് കഴിഞ്ഞ നോമ്പിനെ പോയില്ല. ഞാൻ ഞാനില്ലേനോ ആ നീ വരണ്ട. ക്യാമറ ഇല്ലാത്തോട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിരിക്കേ. അങ്ങനെ വെച്ചു. ക്യാമറിന്റെ മുന്നിൽ വന്ന എയർലാവാ. അപ്പൊ ക്യാമറിന്റെ ബാക്കിലേക്ക് എഴുതി അപ്പോഴും എയർലാവാ. എനിക്കെത്താ ഇതൊക്കെ മറച്ചിട്ട് നിങ്ങളതിൽ സന്തോഷം കണ്ടെത്തണ്ടേ? സന്തോഷം കണ്ടെത്തി എടാ നമുക്ക് എന്താ കുപ്പായം മറച്ചിട്ടിരിക്കണേ? ഞാനോ അല്ല അത് ഇങ്ങനെ തന്നെ അങ്ങനത്തെ ഇരിക്കു ഞാനോ ഇരിക്കി. കണ്ണൊക്കെ നാലായി ഒരു ചേറും കൂടി. ആ അല്ലേ അവിടെ ബാങ്ക് കൊടുത്താലും കിട്ടണ്ട. ശരിയല്ലേ? KPക്ക് ബാങ്ക് കൊടുത്താലും കഴിക്കാം. KPക്ക് എല്ലാ ബാങ്കിലും തിന്നാം. എപ്പോഴും നോമ്പുറക്കാം. എപ്പോഴും വേണേ തുറക്കാം. അണ്ണ അണ്ണ നബില് നബിലണ്ണ. ആ കുറച്ച് വേണം. ഷാൻ തോക്കെന്താ യൂസ് ചെയ്യാത്ത? അതിനെന്താ ഉണ്ടെന്നില്ലാത്തത്? ആനിവേഴ്സറി ആഘോഷിക്കണ്ടേ? റെഡിനെ എല്ലാവരും ഒന്ന് വിളിക്ക്. അപ്പൊ വരും. വാ വെൽക്കം ഡ്രിങ്ക് ആണോ? ഞാനില്ല. ഇന്നലെ വൈകുന്നേരം മുഴുവൻ ഞാൻ അലഞ്ഞു നടന്നു. മുരിങ്ങക്കോ കിട്ടിയോ? മുരിങ്ങ ഉണ്ടാവുമ്പോ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടാവും. കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടാവുമ്പോ മുരിങ്ങ ഉണ്ടാവും. അവിടെ താളിപ്പ അവിടെ കപ്പ റെഡിനെ വല്ല എന്താണ്ടാല് ഓലിപ്പെത്തിട്ടുള്ളൂ. അൺഎക്സ്പെക്ടഡ് വരവല്ലേ? ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. സ്പാൻ ചെയ്തു പോരായിരുന്നു. അജൂതോട് പോയോ? അതെ അതെന്താ പുറത്താക്കുന്ന ഞാൻ ഉണ്ടാക്കിട്ടോ മോമസ്? ഇനിയും നീ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ മോമസ് എടുത്താ 2 മോമസ് എടുത്താ പെരും ടേസ്റ്റ്. അന്നെ എടുക്കുന്ന പെരയിൽ എന്റെ ചായ അവളുണ്ടാക്കണം മോമോസ്.
തക്കാളി നബിലെ എൻ്റെ പെറ്റ് ഷോപ്പിൽ അടിയിലില്ലേ ഒരു മോമോസിൻ്റെ ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഈ പട്ടിനെ കുളിപ്പിച്ചാൽ കയറുന്നത് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മോമോസ് നോക്കും. ഒരു ബാർബർ ഷോപ്പും അപ്പോൾ മുടിയിട്ടാലും മുടിയിട്ടിക്കോളും. ഒരു കോഴിക്കടി കോഴി വാങ്ങിച്ചിട്ട് കോഴി വാങ്ങി എല്ലാ പരിപാടിയും നടക്കട്ടെ. വൻ സ്വീകരണം. അവിടെ ഒരു പ്ലേറ്റ് കൊടുക്കി. എന്ത് പുതിയ ഞാൻ ചാപ്ലേറ്റ് കൊടുക്കാൻ ഷാന് പ്ലേറ്റ് അടിക്കാനുമ്പോ ഇങ്ങനെ എവിടെ പ്ലേറ്റ് സ്കാനിങ് ആണ് 2-3 മണിക്ക് ഇറങ്ങിയിട്ടുള്ളേ. അപ്പൊ സ്കാനിങ് ആവും. പ്ലേറ്റ് ഒക്കെ പൊളിച്ച് കൊടുക്കുമ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തതിൻ്റെ കൂടെ ഉമ്മാൻ്റെ അടുത്തുണ്ടോ ലിബാം? ഭയങ്കര ഡ്രൈനെസ് ഇവിടെ. ലിബാമാണെങ്കിൽ ഇമ്മച്ചിന്റെ അടുത്തുണ്ട് ലിബാമ്. ഈച്ചിന്റെ ലിബാം കൊടുത്തു. ഞാൻ കേരള ഈച്ചു. ഈച്ചു പമ്പില് എണ്ണ അടിച്ചാൽ കഴിയുമ്പോ ആൾക്കാരൊക്കെ ചിരിക്കണേ. ആ ചതിച്ചതാണ്. സ്നേഹത്തോട് അയ്യോ ചിക്കണ്ടിയാള് ഉമ്മ അത് ചോപ്പുണ്ടല്ലോ. ഇത് ചോക്കൂല ചോക്കൂല ചോക്കൂല. ഞാനാണല്ലേ ഓരോ 20 കൂടുമ്പോഴും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. വണ്ടി വിട്ടല്ലേ ഇരുടല്ലേ. എനിക്കും അറിയില്ല. ഞാൻ അതിന്റെ ഇടയിൽ വ്ളോഗ് ഓൺ ആക്കിയപ്പോഴാണ് ഞങ്ങൾ തന്നെ കാണുന്നത്. ഞാൻ വാങ്ങിയതൊന്നുമല്ല. ബ്ലോഗത്തെ ഫ്ലാഷ് അടിച്ചപ്പോ തിരിച്ചൊരു വെളിച്ചം. അതിനെന്താ ഇത് ചുണ്ടുമ്പോ മാത്രമല്ലോ എന്റെ ഉള്ളത്. ഇവിടെ ഒക്കെ ഉണ്ടോ എന്റെ. അതിനൊന്നും ഞാൻ ഇടലില്ലേ. ഇവര് ദുബായിന്ന് കൊണ്ട പെട്ടിയിലുള്ളതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ബലിക്കിടാനുള്ളതാ. എന്നാലും നിങ്ങളെ കോൺഫിഡൻസ് ചോക്കൂല ചോക്കൂല. ഞാൻ അപ്പോഴും ചോദിച്ചത് അതിന് ഇത് സ്ട്രോബെറി കളറിനൊക്കെ ഇത് ലിബാമാണ് തന്നെ. പക്ഷെ വന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പുതിയ വാങ്ങിയ പോയി. അപ്പൊ ഇട്ട ലിപ്സ്റ്റിക് വേണ്ട. അറിയില്ലേ. എനിക്ക് കിട്ടിയെങ്കിലല്ല ഞാൻ നോക്കാൻ പറ്റുള്ളൂ. തിരിച്ചു ഓഫാ ഓഫാ. ഇനി തറ സ്വഭാവം എടുത്താ. ഇനി ലാസ്റ്റ് ആണോളൂ. ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റ് അല്ലാതെ ക്യാമറ ഓഫ് ആയോട്ട് ഇനി ശ്വാസം എടുത്ത് തിന്നാം. മോമോസ് കൊടുക്കുന്നയാളെ ഇതൊരു സ്റ്റാൻഡേർഡ് നിന്നതിന് ഓളുണ്ടാണ് മോമോസ് ഒക്കെ വാങ്ങി. അതിന്റെ ചട്ടിനി ഇതാ. എന്നാ കഴിച്ചോ. നാളെ ഇന്ന് ഇന്നോ ഇന്നോളൊരു പാളിപ്പോകാത്തൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നോ പാളിപ്പോയി എന്ന് പറഞ്ഞു. അല്ല അപ്പൊ ഒന്നും അങ്ങനല്ലേ. എന്ത് എന്താണ് ചെയ്യാനോ ഓഫാണ്. മധുത്ത് ഉണ്ടാക്കി എന്നിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ കപ്സ് ഓർഡർ ചെയ്തു. ഞാൻ വീട്ടിൽ എത്തിയപ്പോ കപ്സ് ആ മധുത്താണ് കണ്ടു പോലും ഇല്ല. മധുത്ത് ഉണ്ടാക്കിയത് മധുത്ത ചെമ്പ് നിറച്ച് കപ്സ ഉള്ളത്. മധുത്ത് നേരെ കുഴിയിട്ട് മൂടി. മധുത്തായില്ല മധുത്തായില്ല കുഴിയിട്ട് മൂടി. ആരിട്ട് തിന്നു. എന്നിട്ടോ ആരും തിന്നില്ല. ഓളെ കൊണ്ട് കഴിപ്പിച്ചു. ഷാനുനി ഇരുത്തി കഴിപ്പിച്ചോണൊക്കെ. അങ്ങനെ ഞാനിവിടെ എന്തെങ്കിലും വെച്ച് പാളിയാൽ ഞാൻ തന്നെ തിന്ന് ഫുള്ളാക്കും. വേറെ കപ്സ് ഉണ്ടാക്കി. അത് കയ്യോളം വരികയല്ല. ആടെ പോയപ്പോ കപ്സ് തന്നെ എനിക്ക്. ഇവിടെ ആരും ഉണ്ടാക്കി പാളയിലും അനുഭവിക്കുക പട്ടികളാണ്. ഇവളാദ്യം ചോദിച്ചതാണ് നല്ല ഇവിടുത്തെ പട്ടിയെ കൊടുത്താലോ. പണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് പട്ടികളൊക്കെ ഉള്ളത്. എന്ത് അർത്ഥമുണ്ട് ഇപ്പം. അത് പിന്നെ അങ്ങോട്ട് തിന്നൊന്നുമില്ല, കടിച്ചോളൂ. ഇമ്മ വന്നിട്ട് വേറെ കപ്സ് ഉണ്ടാക്കി. ബ്രെഡേ ഒരു ക്യൂട്ട് ബേർഡിനെ വാങ്ങിക്കണം. ഒരു സ്നാപ്പ് എടുത്തോ. ബേർഡ്സിന് കഴിച്ചോ. പിന്നെ നമ്മളവിടെ ഒന്ന് ഇടപഴകി. എന്നുവെച്ചാൽ ആ പെണ്ണിനെ ഇവിടെ നിർത്തിയപ്പോ അതിന്റെ ആണിന് സങ്കടമായി. അതാണ് ജിമ്മിക്ക് കടിയിട്ട്. അത് നബീലെ ആശ്വസിപ്പിക്കാൻ പോയപ്പോ നബീലും കടിക്കി. ആ കുടിച്ച് വലിച്ചപ്പോ അതിന് വേനിച്ച് അതിനെ കടിച്ചു. ആന എന്നിട്ട് പെരുവോട്ടം എന്നിട്ട് വിട് വിടുന്നു. ഇവിടെ
കൊണ്ടുവന്നോണ്ട് തലി കച്ചു നിൽക്കണം. ആ പാറി പോലെ പറഞ്ഞ് മനസ്സിലായി കടിച്ചു നിനക്ക് അറിയില്ലേടാ. എന്തായാലും കച്ചുണ്ടാവല്ലേ ഇങ്ങനെ ടീമിന്റെ അടുത്ത് എത്തല്ലേ. അതല്ലേ ഓന് ബേജാറായതെന്താ വിടുന്ന് വിചാരിച്ചോ വിടുന്നില്ല ഇപ്പൊ വലിച്ചിട്ടുണ്ട് നിങ്ങള് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ട്. ഒരു കൈയിന്റെ ബോഡി പിടിച്ച് വലിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ കുടഞ്ഞാ മതി. ഞാൻ ചാണ്ട തലി ഒറിജിനൽ സ്വഭാവം കടിച്ച തത്തമ്മനെ ഇങ്ങനെ കറക്കി എറിയേണ്ടി ഇനി ചെയ്തു. കുടഞ്ഞാ മതി സാറ്. ഒറിജിനൽ സ്വഭാവത്തിൽ കാട്ടിക്കൂടെ കുടഞ്ഞാ മതി സാറേ വേദന ആവല്ലേ. ഞാൻ എറിഞ്ഞാ മതിയല്ലേ ഇങ്ങനെ എടുത്ത് എറിഞ്ഞാ മതി. ഇനി കുടഞ്ഞാ മതി. ഇനി കുടഞ്ഞാ എറിഞ്ഞ നബീല എൻ്റെ മൈക്ക് 4K ക്വാളിറ്റിയിലാണ് കിട്ടും. അജത് മിഞ്ഞാന്ന് കുടുങ്ങിയിട്ടുള്ളൂ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് വർത്താനം പറഞ്ഞിട്ട്. ആണോ? ആ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കൊരു വിഷയമല്ലായിരുന്നു. മൈക്കിലാണ് കിട്ടി. അജത് ഞാൻ സ്കൂളിൽ പോകണം ആദ്യം പറഞ്ഞല്ലേ. ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. സ്കൂളിൽ പോവാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞു വന്നിട്ട് പറയട്ടോ. കറക്റ്റ് കേട്ടില്ലേ. അതിനുശേഷം പിന്നെ അജത് ഇവിടെ തുറക്കാനും അടക്കാനൊന്നും വന്നിട്ടില്ല. അതിന്റെ ആ പ്രശ്നം തീർക്കാൻ പോയേക്കാലം. അതിനമ്മ വിളിച്ചു ആരമ്മ അല്ല ജ്യോതിന്റെ അമ്മ വിളിച്ചിനോ? അല്ല പെരിക്കാൻ പറഞ്ഞു. ഓഫീസ്ക്ക് ഈ നേരത്തെ വിളിക്കല് അതെന്ത് എനിക്ക് ഇതുവരെ എൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ മനസ്സിലായിട്ടില്ല. ഞാൻ ഉറങ്ങാൻ മുമ്പളെ വിളിക്കും. ഹലോ വാലേക്കും സലാം. അൽ ട്രാൻഷിപ്പൽ കോൺട്രാക്ട് മൽ ജബലാലി. എവിടെ ആരെ റൂമില്? ബ്ലോഗ് കഴിഞ്ഞാ സോഡ കുറെ മദർലാൻഡ് മസാല സോഡ ഉണ്ടാക്കല്. സോഡ കുടിച്ച് ഇരിഞ്ഞ് നിൽക്കുമ്പോ ബാങ്ക് കൊടുക്കണേ. മസാല സോഡ ഉണ്ടാക്കുന്നുണ്ട്. അത് കുടിച്ച് എരിഞ്ഞ് നിൽക്കുമ്പോൾ ബാങ്ക് കൊടുക്കാൻ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എരിഞ്ഞിക്കാം വേണ്ട. കുടിച്ചിട്ട് ഞാൻ കുടിച്ചോട്ടോ. ആരാ ഉണ്ടാക്കണത്? നബീല് വെള്ളം ഉണ്ടോ ഫ്രിഡ്ജിലാ? അവിടെ അവിടെ ഒളിപ്പിച്ച്. ഓ അത് പറയണ്ടല്ലോ. ഇതാണ് എൻ്റെ ഏരിയ. 2 സൈഡ് തുറന്നാ നല്ല മതി. അത് ഒരു ദിവസം കണ്ടുപിടിച്ചാ എന്നിട്ട് ആകാ ചോറാകുന്നത്. എന്നാ 2 മോമോസ് എടുത്തിട്ടുണ്ട്. ഓഫാണ്. ഹലോ ഇത് സ്ട്രീമിംഗ് ആണ്. ഓഫാണ് ലോക്കാണ്. സീരിയസ് ആയോ? ഉണ്ടാക്കാൻ ഞാനുണ്ട്. ആണോ? മദർലാൻഡോ? ഞങ്ങൾ കുടിക്കും. നോമ്പ് പറ്റിക്കുന്ന ടൈമിൽ എന്തായാലും കുടിക്കാൻ പറ്റില്ല. ഈ ചമ്മന്തി സീൻ ചമ്മന്തി ആയിട്ടോ പീടിയിൽ കിട്ടണതിന്റെ മേലെ പോയി. ഉമ്മച്ചി ഇതിഞ്ഞ് ഉണ്ടാക്കി പഠിക്കണം. അത് റെഡി ആയില്ല. അപ്പോൾ സക്സസ് ആയി. ഇനി ഉണ്ടാക്കണം പറയാം. കുടുങ്ങി. നമ്മളിന്നൊരു സ്ഥലത്ത് പോകുന്നുണ്ട് നബീലിനെയും കൂട്ടി 8 മണിക്ക് രാവിലെ. റെഡ് ഷാനൊക്കെ ഉറങ്ങിക്കണേ. ഒറ്റടിക്ക് ചത്തു. എടാ ഞാൻ 10ന്റെ
10 മണി 11 മണിക്ക് ഉറങ്ങി 10 മണിക്ക് വരാം, ഒരു 9 മണിക്ക് വരാം, അല്ല 10 മണി. എന്താ അമ്പാനൊരു ട്രിപ്പ് ഉണ്ട്, ഫീൽഡ് ട്രിപ്പ്. അല്ല 8 മണിക്ക് എടുക്കാൻ കീലിനാക്കി കൊടുക്കാൻ. അനിയനോട് പറഞ്ഞിട്ട് ബാഡ് ഗൈ. കർമൂസി മോരും ഒപ്പം നിന്ന സീനാവോ? രണ്ടും വയറിന് സാധ്യതയും കാണുന്നു. മോരും 47 ബംഗ്ലാദേശിനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ. അല്ല, രണ്ടും വയറിന് ആന്തോളനം ഉണ്ടാവും. പക്ഷേ അല്ലേ കർമൂസ ഒരിക്കലും ലുക്ക് നോക്കി വാങ്ങരുത്, എനിക്ക് മനസ്സിലായി. ചൊറുക്കുള്ള കർമൂസേ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ചൊറുക്കില്ലാതെ ഇങ്ങനെ ചെളുങ്ങി മൂടൊക്കെ ബെൻഡായ കർമൂസ അല്ലേ? ആ അതിനൊടുക്കത്തെ മധുര. എത്ര നോൻപ് പറ്റടാ? 1.5 കഴിയാനായി ഇവിടെ. 1.5 ഒന്നാം ക്ലാസ് കുട്ടികളെ കൊണ്ട് അറിയണ നോൻപ് ഉണ്ടാക്കുന്ന അവിടുന്ന് പകുതി സോഡ പകുതി മസാല അങ്ങനെ ഉണ്ടാക്കിട്ടോ. ശരിക്കും തിന്നോ? ഇതൊക്കെ നിമിഷ അത് കാണിച്ചാ അതല്ല അത് ഇതെന്താ ഞാൻ എനിക്ക് നിർത്തിയോണ്ടാ. ഇങ്ങനെ ഇട്ടേ കർമൂസേ ഇങ്ങനെ ഇട്ടേ ഇന്ന് പറഞ്ഞിട്ടേക്ക. ആടോ ഇതൊന്നും ക്യാമറയിൽ കിട്ടൂല. ഇത് തിന്നാൻ ഇവിടെ വെച്ചതല്ലേ? വെച്ചതാ ഇട്ടിട്ട് എങ്ങനെ ഇട്ടിട്ട് പോയിട്ട് കിട്ടി. എല്ലാത്തിലും എൻ്റെ ഒരു കസ്റ്റമൈസേഷൻ ഉണ്ടാവും. ക്യാമറ തിരിച്ചപ്പോ കഥ ഉണ്ടാക്കി പറയാം. എൻ്റെ അഭിനയം സൂപ്പർ കാട്ടാള. ഇങ്ങനെ ഇങ്ങനെ പിന്നെ എങ്ങനെ കഴിക്കും? ആടാ എൻ്റെ കൂടെ സപ്പോർട്ട്. തത്തനോട്ട് കടുപ്പിച്ചു വിടോ, അടങ്ങിടന്നോണ്ട് ഏരിയ. എന്താ വേണ്ടി? ഇങ്ങനെ കറുത്തറിയില് സർവത്തല്ല സർബത്തല്ലേ? ഇങ്ങനെ ഷാനോ കറുത്തെടുത്ത കർമ്മൂസ് ആണെങ്കിണ്ട് പീടിയില്. ആ ചെത്തി കൊടുക്കി. വേണ്ട ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് ചെത്തിക്കോളാം. വ്ളോഗ് ഉണ്ട് 4 പീസ് കൂടി എടുത്തല്ലോ കർമ്മൂസ. പെരുന്തമണ എന്താ പറയാ? കറുത്തേ കറുവത്തൊന്നും എവിടെയും അറിയില്ല. കറുവത്തോ കറുവത്ത് എന്റെ പേരോട് എന്താ പറയാ? കറുവത്ത്. ആ കറുത്ത അത് പറയും, കറുവത്തൊന്നും പറയില്ല. പപ്പായ കർമ്മൂസ കറുവത്ത. ആ കറുവത്ത് എന്താ? കർമ്മൂസ അറിയലുണ്ട്. ആ കർമ്മൂസയും കർമ്മൂസ അറിയില്ല. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ കർമ്മൂസ അറിയില്ലേ? എന്താ പറയുന്നത്? കർമ്മൂസ അറിയില്ലേ? ആണ് പിന്നെ
ഇത് ചാപ്പിട് നമ്മള് ഒപ്പരല്ല കേട്ടോ ചാപ്പി തിരിച്ചിട്ട് കൊത്തല് അതിന്റെ ലോള ഈ എന്താ പറഞ്ഞേ അയ്യോ ഇന്ന് ചാമ്പ കയ്യിന്ന് പോവും. അപ്പൊ സുഹൃത്തുക്കളെ തത്തമ്മനെ ക്രോസ് ചെയ്യണമെങ്കിൽ ഫിർമിക്കോ അത്തമ്മ അങ്ങോട്ട് അടുപ്പിച്ചിട്ടും കൂടി ഇല്ല. ആനനെയൊക്കെ ക്രോസ് ചെയ്യും. കുഞ്ഞുമണി അപ്പൊ നബീലിന്റെ വീഡിയോയിലുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാല് നാട്ടാന കാട്ടാന ക്രോസ് ചെയ്യും കേട്ടോ. കാരണം ആനക്കുട്ടികൾ കേരളത്തിൽ കുറവാണ്. അപ്പൊ വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് പുലി ആനയും പുലിയോ പുലു ആരാ പറഞ്ഞേ ഞാനല്ലേ അതെന്തിനി പറഞ്ഞേ പുലു സോഡ ഉണ്ടാക്കാം സോഡ അങ്ങോട്ട് ആന മുതൽ പുഴിയാനനെ വരെ ക്രോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്റെ ക്രോസിംഗ് അല്ലാതെ ഗ്രൂമിംഗ് ആണ്. ഇത് ഫ്രൂട്ട് സലാഡ് അല്ല കേട്ടോ. എന്തേലൊക്കെ തിന്നാ പ്രോട്ടീൻ അജാക്കി കൊണ്ടുപോയി കുപ്പി എന്നിട്ട് വണ്ടി നീ അങ്ങോട്ട് തേനണ കുടിച്ച് ഡപ്പിയില് കുറച്ചെടുക്കാം. തേൻ എത്രയും കുടിക്കാം, ഹെൽത്തിയാ. ചിക്കനുള്ള മസാല ചിലപ്പോ അടിപൊളി ആയാലോ, ചെയ്ത് നോക്ക്. ചിക്കൻ മസാല സോഡ ഓട്സാണോ? സൂപ്പറാ. അതൊന്നുമില്ല എടുത്തോണ്ടോക്കാം. ഒരു പാത്രം എടുത്തോളാം. അവിടുന്ന് കഴിക്കോ നോക്കേ സുന്ദരി അവിടെ പോയി കഴിക്കോ. ഓട്സാണോ? ഓട്സാണോ? സുന്ദരി അവിടെ ഒരു വെള്ളം എടുത്തോണ്ടാ ദീകാക്കുണ്ട് പാഞ്ഞെടുപ്പിച്ച. ഇത് അപ്പൊ നമ്മളെ കൂട്ടത്തിൽ തേനോ? ഓ അപ്പൊ 4 കുത്തിട്ടേന് എന്താ തേന ഉഷാറായി. കാലിന് എത്ര കുത്തട്ടല്ലേ ടെൻഷൻ എടുത്ത് അല്ലേ അതുകൊണ്ട് അത് കഴിഞ്ഞാ അറിയപ്പെടുന്ന പാലക്കാട് കഴിഞ്ഞ എടാ അത് അല്ല ഓപ്പണർ ഇല്ല. അപ്പൊ നിമിഷം കൈ ഓപ്പൺ ആവണോ നോക്കട്ടോ. ജിമ്മി ഉണ്ടാക്കാൻ പോകുന്ന മദർലാൻഡ് മസാല സോഡ. പകുതി സോഡ പകുതി മസാല. കഴിച്ച കുടിച്ചാൽ പണിയാവട്ടോ. രാത്രി കുടിക്കലല്ലോ. അറിയപ്പെടുന്ന മസാല സോഡ പാലക്കാട്.
ഞാൻ പിടിക്കാം വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല സോഡ. പകുതി മസാല. അടി. ഇത് മസാല കമ്മിയാ. അടി സക്കേ. മസാല മാത്രമല്ല സോഡ കമ്മിയതില്. മുക്കാൽ സോഡ പനി മസാല. ഒരു സിപ്പില്ല, കുടിച്ചുമ്പോ വലിച്ചു കുടിച്ചാ അന്ന വേണ്ട. പകുതി മസാല പകുതി സോള. നമ്മളെ കിണറ്റില് വെള്ളം പകുതി അത്യാവശ്യം പോയൊക്കെ കൂടും. അന്റെ പേര് ഗ്യാസ് ഉണ്ടാ? അപ്പൊന്നും അറിയണില്ലേ ഗ്യാസിനെ കുറിച്ച്? എന്താ ഗ്യാസ് കൊറേ കിട്ടൂല. ഗ്യാസ് കടീന്ന് ഇനി തുറവിക്കെല്ലാരും ഇല്ലേ 2 വറകേറ്റ് വരണം. എന്തുകൊണ്ടാ എന്താ ഗ്യാസിന് ഗ്യാസിന് എന്താ പ്രശ്നം? കിട്ടാത്തോണ്ട് എന്തുകൊണ്ട് കിട്ടും? നടക്കണോണ്ട്. എവിടുന്ന ഗ്യാസ് വരാത്തത്? ഗ്യാസ് എവിടുന്ന ചോദിച്ചറിയില്ല. ഞാനും പറഞ്ഞു അത്ര കുറച്ച് ഗ്യാസ് ഉണ്ടാക്കുക. ഗ്യാസ് ഉൽപാദനം ഗ്യാസല്ല എടാ ശ്രദ്ധിച്ചോളല്ലോ, വ്ളോഗ് കാണുന്നവര് ശ്രദ്ധിച്ചോളി. ഗ്യാസ് കിട്ടാല്ല, നല്ല ക്ഷാമത്തിലേക്കാണ് നാട് പോണത് കേട്ടോ. എല്ലാരും അപ്പുറത്തും ഞാൻ യുദ്ധം തുടങ്ങിയ ടൈമിൽ എല്ലാരോടും പറയണേ, എല്ലാരും ഇപ്പൊ കൈകൊട്ടി ചിരിച്ചോളി, കളിയാക്കി ചിരിച്ചോളി, പണി എല്ലാവർക്കും കിട്ടുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ ആയി. കിട്ടിയപ്പോ അവനവന്റെ പരിക്ക് പണി എത്തിയപ്പോ എല്ലാവർക്കും യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കണ്ടോ. താങ്ക് യു ബ്രോ. എനിക്ക് പകുതി സോഡ പകുതി മസാല. 2 ഡിസ്കൗണ്ട്. 2 പൊട്ടന്മാർക്ക് എന്തിനാ ഗ്യാസ് ഇല്ലാതായെന്നൊന്നും അറിയില്ല. അവന് മറ്റേ ഗ്യാസ് വണ്ടി എടുത്തപ്പോ ഗ്യാസും ഇല്ല. CNG ഇല്ലാതാവും മിക്കവാറും അത് രണ്ടും വേറെ നടക്കാതിരിക്കോ? വേറെ സെയിമാ അല്ല, പക്ഷെ CNG ഇവിടെ മേക്ക് ചെയ്യണേ. CNG മേക്ക് ചെയ്യണ സ്ഥലങ്ങളിലെ മഞ്ചേരി ഉണ്ടടാ, മഞ്ചേരി ഉണ്ട് അതിന്റെ ഹബ്ബ് സ്റ്റോർ ചെയ്യണേ. CNGക്ക് വില കൂടുമല്ലോ. CNG പെട്രോളൊക്കെ പോലെ പോലെ ആവും. അപ്പൊ സുഹൃത്തുക്കളെ, ജിമ്മി ചരിത്രത്തിൽ ആദ്യമായി ഗ്യാസ് വണ്ടി സ്വന്തമാക്കി. കഴിഞ്ഞ മാസം ജിമ്മി ഒരു ഗ്യാസ് വണ്ടി എടുക്കലും ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞും ചെയ്തു, ഇല്ല ഗ്യാസിന്റെ വില കൂടുകയും ചെയ്തു. ഇതിലേറെ വലിയ അപകടങ്ങളൊന്നും ഇനി ഇവിടെ തൊലഞ്ഞു പോകാനൊന്നുമില്ല. ഇന്ന് എത്ര രൂപയൊക്കെ CNG അടിച്ചറിയോ? 500-550 CNGന്റെ. ഇന്ന് 711 റുപ്യ അടിച്ച്. എനിക്കറിയില്ല, പക്ഷെ 700 റുപ്യനെ വിലക്കൊന്നും ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. അത്ര അടിക്കലല്ലേ. ഇന്ന് 711 റുപ്യ അടിച്ചു. ലഭ്യതല്ലേ പൈസ കൂടും. അത് കൂടും, പക്ഷെ ഇപ്പൊ പൈസ കൂടിയിട്ടില്ല. അപ്പൊ ലഭ്യത ഇല്ലല്ലോ, കൂടുമല്ലോ. കൂടിയിട്ടില്ല. അതിനുവേണ്ടി CNG അല്ലേ? അതെ, ഞങ്ങളൊക്കെ CNG എടുത്തപ്പോഴേ നിങ്ങളൊക്കെ ഗ്യാസ് വണ്ടിക്കാരാണ്. ആ, ഇതിന്റെ അടുത്ത് സിഗരറ്റ് വലിച്ചാൽ പൊട്ടിത്തെറിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫുള്ള് സംശയം. പിറ്റത്തെ ആഴ്ചണ്ട് ഇൻഡസിന്റെ അവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കണ് അപേക്ഷ കൊടുത്തിട്ട്. അപ്പൊ എന്തേ ബ്രോ, വണ്ടി CNG ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മൂട്ടില് അങ്ങനെ വണ്ടിന്റെ മൂട്ടില് CNG ഫിറ്റ് ചെയ്തിട്ടോ. ആപ്പ് നോക്കിയിട്ടാണ് ഇപ്പൊ യാത്രയാണ്. എത്ര ചൂട്ടിയാലും സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി ബ്രിക്ടു തത്തമ്മയെ പരിചയപ്പെടാൻ വേണ്ടി. ബ്രിട്ടോ ഓമന പേരൊന്നും ഇടാൻ തോന്നില്ല, കാരണം ചെയ്ത്താന്റെ സ്വഭാവമാണ്. ഡ്രഡിനെ ഓടിക്കും, ഡ്രഡിന് കൈമക്ക് ഇല്ല, അതിന്റെ കാലവിടെ വെക്ക്.
ഈ അറബികള് പരുന്നിനെ പിടിക്കണ പോലെ പിടിക്കും. അത് തീറ്റാണ്. കുടുക്കിഷ്ടാട്ടോ. സൗദി അറേബ്യയിൽ മരുന്നിന് വെച്ച മതി. അത് തീറ്റാണ് എഴുതിയിട്ടാണ് തിന്നത്. വേറെ പംകിൻ സീഡ് അത് ഇത് നല്ല കൊത്തി കറച്ച് തിന്നു. അതൊന്നും പറ്റണില്ല കേട്ടോ. കൊടുക്കാൻ പറ്റിയേ എന്റെ കൊടുക്കുന്ന നൂല് പൂരി എടുക്കും ഇപ്പൊ 5 കൂടി കഴിഞ്ഞാ. നീറ്റതാ എന്റെ പെറ്റ് ഷോപ്പ്. ഇതിന്റെ തലമ കുത്തണേ. എടുത്തളി ഓളെ കടിച്ചു എടാ വേണ്ട എടാ നല്ല കടിയിട്ടോക്ക്. നബിലെടുത്ത ഓളർന്ന് അങ്ങനെ നോടട്ടെ. എന്ത് ക്രൂരനാടാ ചെയ്യും. പേടിച്ചിട്ടോ രാത്രി ഇതിങ്ങനെ വെച്ചാണെങ്കിൽ ഇപ്പൊ ചേരെ കോളിംഗ് ബെൽ അടിച്ചെടുത്ത് വന്ന് നോക്കിക്കണേ. അയ്യേ എടുക്കണം കേട്ടോ. അതറങ്ങണെങ്കി അങ്ങനെ കാട്ടണം, അല്ലേ അത് ഇറങ്ങൂല. മതിച്ചോ മതി അതിനാരെ പിടിച്ച ഡ്രഡായി പോയി പിടിച്ചേനെ. നബിലെ ഫാൻ ഇടല്ലേ? ഇട്ടപ്പോ തന്നെ ഓഫ് ആകെ. ഫാൻ ഇടണ്ട. അത് ഞാൻ ഇറങ്ങൂല കേട്ടോ, എനിക്ക് തോന്നണില്ല അത് ഇറങ്ങുന്നത്. സോഫ കീറിട്ടോ സൽമാൻ, സോഫ കീറി. അനക്കുന്ന് കേസ് അത് പോയി അവിടുന്ന്. തത്തമ്മ നമ്മളെ ഫാനാണ് തോന്നുന്നത്. അത് കിട്ടില്ല. ഒറ്റ ബുദ്ധിനെ കണ്ടോളി. തേനീച്ചനെ കാലുമ്മ കയറ്റി. ഒറ്റ ബുദ്ധി. തേനീച്ചനെ കാലുമ്മ കയറ്റി. ഇതാ തേനീച്ചനതാ കാലുമ്മ കയറ്റി. തേനീച്ചനെ കാലുമ്മ കയറ്റിയാണ്ട് ധൈര്യം തെളിയിക്ക. ഒറ്റ ബുദ്ധി. ഒറ്റ ബുദ്ധിന്റെ അവസാന വാക്ക് ഈസാൻ അവർകൾ. ഈസാൻ ലൈറ്റ് വെച്ചാൽ ഈസാനെ കയ്യിന് കുത്തിയ ഒരു സുഖം ഉണ്ടാവില്ലേ ഈസാനെ? ഈസാൻ എന്നെ ഇപ്പൊ കുത്തുട്ടെ തേനീച്ച. ഇവന് ബുദ്ധിയില്ലമ്മ. അത് ട്രിമ്മറല്ല മുജീബേ, മറ്റേ ഇലക്ട്രിക് ബ്രഷാണ്. അത് എടുത്താണ്ട് താടിമല വെക്കണ്ടേ? എന്റേതാണ്. ഒറ്റ ബുദ്ധി മജീദ്. തേനീച്ച എനിക്ക് കാണണ്ട. കാലുമത്തെ തൊലി വഹിക്കണം.
പാഞ്ഞാണ്ട് അവിടെ കുത്തി. ഞാനല്ല ഇനി ഫുൾ പരിക്കായിക്കണത് വ്ളോഗ് അവസാനം. കിളിക്കൊന്നും പറ്റിയില്ലല്ലോ ഭാഗ്യം. നാളെ മുതൽ തുറക്കാന് കിളി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കിളിക്കോ അതോ ഞമ്മക്കോ? നമുക്ക് ഗ്യാസ് ഇല്ലാത്തോണ്ട് നാളെ മുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ചെത്തിയേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്യാസിൽ പ്രവർത്തിക്കണമൊന്നും വീട്ടിൽ അവൈലബിൾ ആവില്ല എന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. കാരണം 2 ഗ്യാസാണ് നമ്മുടെ വീട്ടിൻ്റെ പുറത്തുണ്ടായിരുന്നത്. അതിപ്പോൾ എടുത്തിട്ട് ഉമ്മച്ചിൻ്റെ റൂമിലാണ് പോയി വെച്ചത് കേട്ടോ. വെരി ബാഡ്, സാഡ് ആൻഡ് ബാഡ് സിറ്റുവേഷൻ. സംഭവം നമുക്ക് കോമഡി ആക്കി പറയാമെങ്കിലും സീരിയസ് സിറ്റുവേഷനാണ്. 2 സിലിണ്ടറിനെ തൊടാനേ കത്തിച്ച് കഴിച്ചു. ഞങ്ങളിപ്പോൾ പുറത്താണെങ്കിലും ഗ്യാസും കുറ്റി എവിടെ എടുത്ത് വെച്ചിരിക്കണ ഉള്ളിലേക്ക് ഗ്യാസും കുറ്റി പെരൻ്റെ ഉള്ളിലാ. പുറത്തു നോക്കാൻ പറ്റില്ല ഇനി മുതല്. ഗ്യാസ് ഇല്ല ബായ്, എല്ലായിടത്തും നിനക്കാ. എൻ്റെ പേരിലുണ്ടാ ഒറ്റ കുറ്റിയോ? ആ അതേപോലെ തന്നെ ഇവിടെയും ആ 2 കുറ്റി തന്നെ ഇവിടെ ഉള്ളൂ. എന്താ പറയണേന്? അത് ശരി, വാർത്താ മാധ്യമങ്ങൾ ഫുള്ള് പറയുന്നുണ്ട്. അതല്ല എനിക്ക് എന്തിനാണ് ഗ്യാസും കുറ്റി കിട്ടാത്ത, എന്താ കിട്ടാത്ത ഒന്നും ഒരു ഐഡിയ ഇല്ല. കിളിനെ ഉറക്കി കൊടുക്കുന്ന നബീൽ അവർ. നല്ല പൊട്ടിച്ചിന്. എൻ്റെ ഉണ്ടൻ്റെ കളർ മറ്റേ ഒരു റോസ് കളറാ. ഇവിടുത്തെ ഒരു ബ്ലൂ കളറാ. ഒരു വടി ഉണ്ട് ഇവിടെ. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ നബീൽ. ഈസാനെ അന്നത്തെ എണീച്ചപ്പോ കുത്തോടാ കുതിര. ഈസ എന്താ ചെയ്യണറിയോ? തേനീച്ചന്റെ ആര് മൂട്ടുന്ന് വലിക്കുക, എന്നിട്ട് അതിനെ മാനസികമായി ഇടങ്ങാറാക്കുക. ആടോ വന്നൊറ്റ ബുദ്ധി. തേനീച്ചന്റെ ആര് എടുക്കുക. ഈസനെ ആ തേനീച്ച വളരെ സമാധാനശീലനായ തേനീച്ച കൊണ്ടാണ് ഇത്രയും നേരം എനിക്ക് ടൈം കിട്ടിയത്. ചെറുപ്പം മുതലേ എങ്ങനെയാ സ്വയം വേദനിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ഇത്ര നല്ലൊരു വ്യക്തി. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയ തത്തമ്മനെ ക്രോസ് ചെയ്യാൻ നിൽക്കാൻ പേര്. ചിറകേ ചിറകേ മോനെ കൈമക്ക് തേനീച്ചകളെ കൊണ്ട് കളിക്കട്ടോ. അത് വേസ്റ്റ് കിട്ടില്ല. എന്ത് സൂമേ സൂമേ ധൂം ചെയ് ധൂം ധൂം. ഞാൻ വൈറ്റമിൻ സി ഇട്ട ചേനി പ്രതിരോധശേഷിക്ക്. പ്രതിരോധശേഷിക്കുള്ള ഗുളികയെല്ലാം കുടിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിനുള്ള ചട്ടകളാണ് ഇവിടെയൊക്കെ വാങ്ങേണ്ടത്. രോഗമൊന്നും വരില്ല. മേലോട്ടാവുക വെടി കൊണ്ടിട്ട് ഇവിടുത്തെ തോക്കിന്റെ. ആ ബായ് അല്ല തേനീച്ചപ്പോ എവിടെയാ? എൻ്റെ കൈൻ്റെ ഉള്ളിലോ? എന്താ കൊതുകോ? നബീൽ ഇക്കുനെ പറ്റിയില്ലല്ലോ വീരെ. നബീലെ ആനനെ ക്രോസ് ചെയ്യും പെറ്റ് ഷോപ്പിൽ. വൻ പ്രൊമോഷൻ കൊടുക്കാം നമ്മള്. നബീല് വീട് വന്നിട്ട് എല്ലാവരും പൂച്ചനെയും പട്ടികളൊക്കെ കൊണ്ടുവരും. എന്നാ കുട്ടികളാകുമ്പോ 2 എണ്ണം നിൽക്കും. അതിലടിയില് ക്രോസ് ചെയ്താല് 2 പൈസയും 2 കുട്ടികളും നിൽക്കും അല്ലേ? ഇങ്ങനത്തെ
കഴിയുന്നതൊക്കെ ഓഫാക്കി നടക്കണം. പിന്നിടുന്ന കാലം തരണ്ട് അത് ഡിഫറെന്റാ നോക്ക്. ഏ ഏ ഷാനോ ആരെയും പടിയച്ചോ ഇവനെ പടിയൊക്കെ ഉണ്ടാവും ഒരു സ്വൈര്യം ഉണ്ടാവില്ല. പിന്നെ നബിലേക്ക് എന്താ സാരി എടുക്കാൻ പഠിക്കുകയാണ്. കൊണ്ട് കളിച്ച അണ്ടർറൂം ഫുള്ള് തനിച്ചല്ലേ. പിന്നെ വൈക്കൊരു അമ്പ് ചാടി എന്തേലും മലമ്പാമ്പ്. ഇപ്പം പാമ്പിനെ വാങ്ങാൻ സംസാരിച്ച് വെച്ചിരിക്കണത് 65,000 റുപ്യക്ക് ബോൾ പൈത്താണ്. പാമ്പിന് വേറെ കൂടില്ല, ഇതിന്റെ കൂട്ട് തന്നെ ഇടേണ്ടി വരും. ഒന്നുകിൽ പാമ്പ് അല്ല അല്ല ആ പാമ്പിനുണ്ടല്ലോ നബീലെ, ആ പാമ്പിന് ഇത് അത്തമ്മ മോശക്കാരനൊന്നല്ല. അല്ല അങ്ങനല്ല, പാമ്പാണ് പേടിക്കണ്ടേ അടി കിട്ടിട്ട്. എന്തിനാ ഷാനു വെടിക്കണേ തേനീച്ചനെ? സമ്മതിച്ചടാ എൻ്റെ ഒക്കെ കമ്പം. 28 വയസ്സുണ്ട്, തേനീച്ചനെ സൂട്ടാക്കി വെടിയേക്ക. ഇതെന്താ ധൂം ചെയ് ധൂം ധൂമാക്കി. ഒരു ദിവസം തട്ടിവെട്ടി പോണെങ്കിൽ മിനിമം ഒരു 25 ബുള്ളറ്റ് കയറണം. അതിന് പവറുണ്ട്. നബിലെ ഇല്ലല്ല എന്നെ വെച്ചോ മെല്ലെ വെക്ക് കേട്ടോ. നബിലെ എവിടെ കൊള്ളരുത്, മൂട്ടിൽ കൊണ്ടാ മതി. ഇതിന്റെ ഉണ്ടപ്പത് വേറെ ഉണ്ടോ? കാലിനുണ്ടോ? പിടുക്കോ പിടുക്കോ ഇങ്ങനെയൊക്കെ വെക്ക്. എന്താ വേദന കേട്ടോ. ഇന്നലെ ഇച്ചു, ഇന്ന് ഷാനു, ഇന്നെല്ലാരും തലകും വിലകും വെടിയോട് വെടി. ഷാനോ തോക്കോട്ടിച്ച്, ഷാനു എന്റെ തോക്ക് പൊട്ടിട്ടാ, ഷാനു എന്റെ തോക്ക് പൊട്ടിട്ടാ, അശ്വന്റെ നോമ്പ് പറഞ്ഞിട്ടാ. ആശി എന്നെ നോമ്പ് പറഞ്ഞിട്ടാ, ഞാൻ തിണ്ടുട്ടാ ട്രണ്ടേ. ഡ്രെഡൊക്കെ 10 അയക്കണത്. ഇത്ര എനർജിയിൽ പെൽച്ചക്ക് കൂട്ടണ ഇങ്ങോട്ട് വരണം. ഈ എനർജി എവിടെയും കിട്ടൂല. ഒരു 15 വടി കൊണ്ടു കാലിന്. എനിക്ക് എവിടെ കിട്ടിയേ? പറയാൻ പറ്റാത്ത സ്ഥലത്തായിട്ട് ട്രെഡിന്റെ മൂന്ന് എടാ എടാ നബീരെ അന്നാണ് 8 മണിക്ക് വിളിക്കും. നബീരെ ഇപ്പൊ സമയം 5:45. സമയം 5:45. നബീലിന് ഉറങ്ങാനുള്ള ടൈം 2 മണിക്കൂർ. ഇപ്പച്ചി
ഗണ്ണിട്ട് അടക്ക. നബിലെ മുട്ടിന്റെ താഴെ ഇവിടെ ഇതുവരെ വെടി വെച്ചിട്ടുള്ളൂ. കണ്ണിനോ ചെവിക്കോ മാറിക്കൊണ്ടല്ലേ ചാന്തി ഞാൻ അടിച്ചാണ് പരച്ചോന്റെ. എന്നിട്ട് മാറി നളബിലേക്ക് തീരെ കണ്ണിങ്ങില്ല. മറ്റേ പുറത്തേക്കും മൂട്ടിനൊക്കെ ഇട്ടല്ലോ ഇവര് കണ്ണുമൊക്കെ വരുന്ന പോലെ വെടി. എടാ നബിലെ എടാ കണ്ണളവില വരുന്നേ, എങ്ങട്ടാ വരുന്നേ? കണ്ണിന്റെ അളവില വരുന്നേ. അങ്ങനെ വെക്കല്ലേ. നബീലടാ ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. നല്ല കൊള്ളൂട്ടാ. ഇപ്പച്ചി ഉറങ്ങട്ടോ. ഇപ്പച്ചി തല വേദനിച്ചിട്ട് കിടക്കേ. സമാധാനത്തിന്റെ കൊടി വീശി മേലെ പോയിട്ട് നല്ലോണം പൊട്ടിച്ച മെല്ലെ കരവാ. ഓഫായിക്കോ. ബോസ് ഒറ്റക്കാണെങ്കിലും ഒറ്റക്കാണല്ലോ കിട്ടുമെന്ന് പേടിയായി. ഉണ്ടായില്ലോ ഈ സാധനം ഇതിലുണ്ടോ? അണ്ടിലുണ്ടോ? ഉള്ള ഇന്ന് യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാകാം. മതി ഇങ്ങോട്ട് വരണ്ടാ. ഫോൺ നോക്കട്ടോ. ബ്രഡ മാറിന്നോ? എത്ര എടുക്ക ഷാനോ അതിലെത്ര ഉണ്ടാവും? ജിംഷാന്റെ കയ്യിലെത്തി. ഇത് വെക്കല വെക്കണോ? കിടക്ക് ഞാൻ ശരിയായി കൊടുക്കാം. ഉണ്ടായി ഞാൻ നാല് വെടി കൊണ്ടുക്കണേ. അതിലുണ്ട് കൈ. ചുണ്ടുമോ കിട്ടിയോ? ആടാ ചുണ്ടിന് വേണ്ടിയിട്ടോ. എന്ത് വീട്ടിൽ വെക്കുന്നു കണ്ണും അല്ല ഉണ്ടേല് കുളിച്ചിക്കണ്. കണ്ണു പുറകൊക്കെ അതിലോ പേടി വെച്ചിട്ടാ ഞാൻ പേടിച്ചേ, അല്ലാതെ ഞാൻ ഒരു വെടി വാങ്ങി വെച്ചിട്ടില്ല.
സൽമാനെ വെടി വെച്ചതിനെ ഞാൻ പിടിച്ചിട്ടുള്ളൂ, അല്ലാതെ വെച്ചിട്ടില്ല. എന്റെ കടക്കോക്ക് ഉണ്ടനെയും ഉണ്ടകളെ പോലും വെറുതെ വിടാത്ത പെർഫോമൻസ് ബൈ നബീൽ. ഇതൊക്കെ എടാ ഞാൻ എങ്ങനെ ഇവിടെ കിടക്കുക? ഇവിടെ ഒരു തോക്കോണ്ടല്ലേ സമാധാനമല്ലേ ഇനി മനുഷ്യന് ഇരിക്കപ്പുറത്ത് ഇല്ലാതായില്ല. നിമിഷ നമുക്ക് ഉറങ്ങണമെങ്കിലേ ഇത് ഒരു തട്ടണം. നബീലേ 8 മണിക്കുണ്ടല്ലോ എന്റെ ചെവിന്റെ ചോട്ടിൽ ഞാൻ തോക്കം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നോട് ഞാൻ പറഞ്ഞ തത്തമ്മനൊന്നും ചെയ്യണ്ട, കടിക്കൊന്ന്. അത് കുഴപ്പമില്ല അപ്പോ ആദ്യമേ പറഞ്ഞത് ഉണ്ട നടക്ക നിങ്ങൾക്ക് ബുദ്ധി പോയാ? ഇനി സൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ നമ്മളെ ആവശ്യത്തിലധികം നല്ലൊരു കിട്ടി. സൽമാനെ തത്തമ്മ കടിച്ചു ചുണ്ടുമ്മ. അതിനാണ് കയറിയിരുന്ന ആളണം. ചീത്തൊന്നും കിട്ടിയില്ല. അപ്പച്ചി വാതിലാണ് നടന്നു. എല്ലാരും പാഞ്ഞല്ലേ അതിലിതിലും. ഷാനു ഇത്രയും ദിവസം വ്ളോഗിൽ വന്നിട്ടില്ല. ഇനി ഷാനും റെഡും വരില്ല എന്നുള്ള എല്ലാവരും ഒരു കംപ്ലൈന്റ് ആണ്. ഇന്ന് എല്ലാവരും പൂജ തീർത്തെടുത്തു. ഷാനു ഒരു തോക്കും കൊണ്ടുവന്നിട്ട് ഷാനുവിന്റെ റെഡിനെ വ്ളോഗിൽ കാണില്ല എന്നുള്ള എല്ലാവർക്കും ഭയങ്കര കംപ്ലൈന്റ് ആയി. 25ഓളം തന്നെ ഉമ്മ എന്തേലും പറഞ്ഞറിയോ? 4 ദിവസം ഞാൻ പെരുന്നാളിനൊക്കെ കൊണ്ടേക്കോ, എന്നിട്ട് ഇതെല്ലാം തീർത്തിട്ട് 25ഓളം എന്റെ കുടുംബ പ്രേക്ഷകരാകെ പ്രശ്നത്തിലായി. ഇന്ന് എല്ലാവർക്കും സമാധാനം ഇജ് പരത്തി വെച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം അവിടേക്ക് തെറിച്ച് എങ്ങനെ നീ എങ്ങനെ അല്ല നല്ല വേദന ഉണ്ടേ. ഇങ്ങ കയ്യിനൊക്കെ കിട്ടിക്കണേ മൈക്കും മുടിച്ച് ഇങ്ങനെ വന്നു അട്ട കിട്ടി. ഇവിടെ 2 വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു 10 ആളുമ്പോ ഇങ്ങനത്തെ കണ്ണുണ്ടാവില്ല. ഇതെവിടുന്നോ നിങ്ങൾ ചിന്തേന്നോ? പരിപാടിക്ക് കയറുമ്പോണ്ടാവേ ഓരോരുത്തരും കണ്ണുണ്ടാവില്ല, കാലുണ്ടാവില്ല. ഫാത്തിമ മാത്രം ഫുൾ ഹെൽത്തില്, ചിലര് കാലില്ലാതെ കാലില്ല. സൽമാന് വീഡിയോഗ്രാഫി ജിമ്മി വ്ളോഗ് ഇങ്ങനെ നല്ല രസമുണ്ട്. പക്ഷെ ഇത് ഉണ്ട് അത്ര രസമല്ല. എന്താ ഓവർ വേദന ആവണ പറഞ്ഞാല് ഇത് രസമുണ്ട്. വേദന ആയാലും ലൈക്ക് കുറച്ച് കഴിഞ്ഞാൽ പോവും. സംതിങ് ത്രില്ലിങ് ഉണ്ട്. കൊണ്ടില്ല എന്നിട്ട് പറയാൻ പറ്റില്ല, കാരണം കൊണ്ടൊക്കെ കാണിച്ചു തരും. അതാണ് അനക്ക് ഓർമ്മ. നമ്മള് കലഫിന്റെ കുട്ടികളൊപ്പം പോയത് അതിനൊക്കെ കൊണ്ടിട്ട് അതിന്റെ ഇവിടെയാണ് കുടുങ്ങിയത്. അതില്ലേ സാദിന്റെ നടയിൽ കൂടെ പോയ ഒരു തോക്ക് ഞാൻ മക്കളെ
കലപ്പത്തിലൊന്ന് പുറത്തു പോയി മക്കള് പൊട്ടിച്ചിട്ട് അതാണ് പേരും പവർ അതായത് സീം പവർ അത് എത്ര ദൂരം നിന്ന് വരുന്ന ഒരു കണ്ണാട്ടോ ഇത്ര നമുക്ക് മാസ്ക് ഉണ്ടാവും ഇത്ര 90 അതിലേറെ പോവത് 90 ഇവിടെ എടുത്താ അതിലേറെ പോവത് നല്ല പോക്കും ഇത് പോകും 90 ഇത് ഇവിടുന്ന ഗേറ്റിന്റെ അപ്പുറം പോവില്ല അതില്ലേ ഇത്ര ഗ്യാപ്പ് നമുക്ക് ഫുള്ള് ജാക്കറ്റ് ഉണ്ട് പക്ഷെ ഈ ഹെൽമെറ്റ് കഴിഞ്ഞിട്ട് എന്റെ ജാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണതിന്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എനിക്ക് കളർ കൊണ്ടൊരു ഉണ്ടാ ഫുള്ള് ചോന്ത കളർ ഇവിടെ അതിത്തെ തീപ്പിരി പേടിക്കണം ശാന്തേ അതാ നോക്കിയപ്പോ അപ്പോൾ ടെക്സ്റ്റ് ഉണ്ട് എല്ലാ വ്ളോഗിന്റെ ഇടയിലും ഗ്യാപ്പൊക്കെ മാറി നിന്നിട്ട് ഓരോരുത്തരെ പൈസ ഉണ്ടാക്കോ സ്നാപ്പ് ചാറ്റ് റമളാൻ മാസത്തില് സ്നാപ്പ് ചാറ്റ് ഉപയോഗിക്കുന്ന ചുണ്ട് നോക്കുന്നുണ്ട് വല്ലാതെ സ്നാപ്പ് ചാറ്റിന്റെ ആൾക്കാരാണ് ഇവനും ഇവനൊക്കെ ശ്രദ്ധിച്ചോളി നബീല് ഞാനല്ല ഓരുണ്ട് നബീല് എന്തെങ്കിലും സീനിന്റെ വിളിച്ചാൽ മതി സീൻ ഉണ്ടെങ്കി ഡ്രഡ് ഈ നായ്ക്കളൊക്കെ ഇവിടെ പെലച്ച് കൂടാൻ വന്ന് ഇന്നെ പറഞ്ഞാൽ മതി പോട്ടോ അല്ല 8 ഷിഫ്റ്റിൽ ഞാൻ 10 ഷിഫ്റ്റിൽ വരാം ഒരു ഷിഫ്റ്റും ഇല്ലെന്ന് ഫുള്ള് ഷിഫ്റ്റ് അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ പെലച്ച മനോഹരമാക്കാൻ വേണ്ടി ഒരു AK-47 ഗണ്ണുമായി വന്ന ബംഗ്ലാദേശിന് ഒരുപോലെ പ്രിയപ്പെട്ടവൻ ദാ ഷാനു അവർകൾ ഈ തോക്കുന്ന് ആ വേണ്ട തുറവിന്റെ അവിടെ എടുക്കണ്ട ആ വേണ്ട ആ കലമ്പോ ഒന്ന് കുറച്ച് വൃത്തിയിൽ പരിപാടി എടുത്താൽ മനുഷ്യ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഇത്ര ഘടകഘടിയമായിട്ടൊരു പലിച്ച മുമ്പ് കൂടാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള എല്ലാരും ഭയങ്കര അലമ്പായി ഒരു അച്ചടക്കല്ലാത്ത ആൾക്കാര് ഞാൻ അപ്പളെ പറഞ്ഞത് ആന്ന് പ്രായം കൂടിയിട്ടും അതിന്റെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാര് തെരർച്ചാണി ഷാന തെരർച്ച ഞാൻ ഷാനോട് വെച്ച് ഇവിടെ കണ്ണ് വാങ്ങിയാലൊരു അർത്ഥമുണ്ട് നിരത്തി കൊള്ളാൻ കണ്ടമാനുണ്ട് ഷാന ആരെ പിടിക്ക അവിടെ എപ്പിയുണ്ട് ഇവര് പണിക്കുമ്പോ ഇപ്പനി പനി വെക്കാൻ പറ്റുമല്ലോ ആ പെങ്ങളെയും പൊട്ടിച്ച ഇവളെയും പൊട്ടിച്ച നല്ല വേദന അല്ലേ ഇജു പൊട്ടിച്ചിട്ടുണ്ടോ ഗണ്ണോണ്ട് കിട്ടുമെന്ന് പറഞ്ഞൊക്കെ അതുകൊണ്ട് ഫോൺ കൊണ്ടുപോയില്ല അങ്ങനെ റൂൾസ് വെച്ചേക്കാണ് റീല് കാണാൻ ഇന്നത്തെ തുറവിക്ക് എക്സൈറ്റഡ് ആണ് ഓ എന്റെ ലോഡഡ് ഫ്രൈസ് ഉണ്ട് ഗൈസ് അപ്പൊ ഡ്രെഡ് ഉണ്ടാക്കുന്ന ലോഡഡ് ഫ്രൈസ് ഉണ്ട് ഡ്രെഡ് ഷാൻ ഉണ്ടാക്കുന്ന ലോഡഡ് ഫ്രൈസ് അല്ല തത്തമ്മ തിരിച്ച് ക്രോസ് ചെയ്തു നോക്കിയതാ ഞാൻ പറഞ്ഞോട് ക്രോസിംഗ് അല്ലാതെ ഗ്രൂമിങ് ക്രോസിംഗ് അപ്പം പൂച്ച പട്ടി ആന പരുന്ത് എലി എന്തിനെ ക്രോസ് ചെയ്യാനും വിളിക്കൂ നബിൽ ക്രോസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിർമിഗോ നബിലെ എൻ്റെ വെപ്പ് തീരെ നാക്കില്ല ഈ നബിലിനെ ഇതിനെ നാക്കില്ല നമുക്ക് കാലിന് കുറച്ച് കീപ്പട്ട കൊള്ളലുള്ളൂ ഈച്ചുവിൻ്റെ അടുത്ത് നിന്ന് അതെവിടുക്ക പോണേന്ന് തന്നെ നോക്കാനുള്ള അന്തം എനിക്കില്ല ബൈം ഷാ അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദ വ്ളോഗ് ഗൈസ് ഈ യുദ്ധകാലത്തിൻ്റെ ഇടയിലും വ്ളോഗ് ചെയ്യാൻ സാധിച്ചത് ഒരു ഭയങ്കര ബ്ലസ്സിംഗ് ആയിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഉറക്കം വെച്ചെടുക്കുന്ന വ്ളോഗാണ് എല്ലാവരും പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് വൈകുന്നേരം നടക്കുന്ന നോമ്പ് പരിപാടിയിൽ നോമ്പ് തുറവി പരിപാടിൻ്റെ വ്ളോഗ്സ് എല്ലാവരും കാണുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ഐ ലവ് യു ഓൾ ബൈ ബൈ
എടാ ചില്ലിന് വെള്ളമുണ്ട്. ചില്ലല്ലേ കവർന്ന എടാ സൽമാനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അഫി എക്സാമിന് ഉറങ്ങാണ്. എടാ അഫി ഉറങ്ങാൻ 8 മണിക്ക് എക്സാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. വ്ളോഗ് ഇഷ്ടപ്പെടുന്ന മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം തന്നെ അടുത്ത വ്ളോഗിൽ കാണാം. കിട്ടില്ലെങ്കിൽ വ്ളോഗ്സ് ഒരുപാട് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.